നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. മോശയുടെ കാലത്ത്, मूसा के समय നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചെന്ന്? आपको पता क्या हुआ? മോശയുടെ അടുക്കൽ ഒത്തിരി ആളുകൾ പ്രശ്നം കൊണ്ടുവരിക. मूसा के पास बहुत सारे लोग മോശ समस्या കുറെ लेके പേരെ आते हैं. തിരഞ്ഞെടുത്തു. मूसा ने कुछ लोगों को चुन के അവരുടെ लिया, മേലൊരു അഭിഷേകം കൊടുത്തു. उनके ऊपर एक अभिषेक दिया. ആ അഭിഷേകം പകർന്നിട്ട് वो अभिषेक पाके ഇനി ആളുകൾ ആ അഭിഷക്തന്മാരുടെ അടുപ്പിൽ ചെല്ലണം. अभी लोग उस अभिषक्तों के पास जाना है. മോശ തെരഞ്ഞെടുത്ത ആ അഭിഷക്തന്മാരുടെ അടുപ്പിൽ ചെല്ലണം. जब मूसा ने जो चुना हुआ अभिषक्तों के पास जाना है, അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ वो जो नहीं हैंडल कर सकते वैसी बातें പിന്നെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നാൽ മതി. वो फिर वो मूसा के पास लाना है. മോശയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളോ वो जो मूसा नहीं संभाल पाते वैसी മോശ बातें ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ തുടങ്ങും. पर मूसा क्या है, परमेश्वर के पास ले आते हैं. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഇതാ ചെയ്യേണ്ടത്. हमें भी वही करना है. നമുക്ക് സ്വയമായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ जो हम स्वयं कार्य नहीं कर सकते वैसी അത് बातें ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് കൊണ്ടുവരണം. वो परमेश्वर के पास लाना है. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോട് പറയും, पासवान बीच बीच में परमेश्वर से कहता है, കർത്താവ് ഇത് എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യമാണ്. परमेश्वर मैं हल नहीं दिला सकता इसको, നീ ഇത് ഏറ്റെടുക്കുവാനിടയായി തീരണം. तू इसे ले ले. ഹല്ലേലൂയ. അപ്പൊ ഞാൻ തന്നെ പറയും, तो पासवान स्वयं कहते हैं ഒരുവിധപ്പെട്ട എല്ലാ കാര്യവും എനിക്ക് പരിഹരിക്കാൻ പറ്റാത്തതാ. कि बहुत सारे बातें हैं जो मैं हल नहीं कर सकता. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, छोटी छोटी चीजें भी परमेश्वर के കർത്താവ് हाथों में എന്നെ देके കൊണ്ട് कहते हैं, പറ്റത്തില്ല, നീ ഏറ്റെടുത്തു. परमेश्वर मुझसे नहीं होगा, तू कर. നിങ്ങളെ ചിലരെ നോക്കി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാ. कुछ लोगों को देख के आज पवित्र आत्मा कहता है, ഹല്ലേലൂയ. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു. जो हम हल नहीं कर सकते वैसे विषय परमेश्वर के हाथों में കർത്താവിന്റെ दो. കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ, परमेश्वर के हाथों में देख के कहे, കർത്താവ് നീ ഒന്ന് ഏറ്റെടുത്തോണം. परमेश्वर से तू जरा ले ले. ഏറ്റെടുത്തെന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ परमेश्वर जब कहते हैं मैंने ले लिया, അവിടുന്ന് ഏറ്റെടുത്തതാ കേട്ടോ. उसने ले लिया. മനുഷ്യൻ പറഞ്ഞതുപോലല്ല. इंसान कहते हैं उस മനുഷ്യൻ प्रकार नहीं. വാക്ക് മാറും, इंसान अपने जबान बदलेगा, പക്ഷേ സ്വർഗത്തിലെ ദൈവം വാക്ക് മാറത്തില്ല. लेकिन स्वर्ग का जो परमेश्वर है वो अपना നിങ്ങൾ जबान नहीं എന്തെങ്കിലും हटाएगा. കർത്താവിൽ നിന്ന് ആ ശബ്ദം കേട്ടിട്ടുണ്ടോ? क्या आपने कभी भी परमेश्वर कुछ आवाज ഞാൻ सुना है ഏറ്റെടുത്തെന്ന്. कि मैं ले लिया है? പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. फिर आपको डरने की जरूरत नहीं है. കർത്താവ് നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു. परमेश्वर ने आपसे कहा कि मैंने ले लिया, നിന്റെ വിഷയം ഞാൻ ഏറ്റെടുത്തു. तेरा विषय मैंने ले लिया. നിങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. फिर तुझे इसके लिए डरने की जरूरत बात नहीं है. ജീസസ്. ഹല്ലേലൂയ. हालेलुया. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. हमने जो भजन संहिता पढ़ा उसमें इस प्रकार लिखा है. 34 സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ भजन संहिता 34 के 4 आयत, ഞാൻ ബസ് ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. मैं परमेश्वर से विनती की. ഹല്ലേലൂയ. എൻ്റെ സകല ഭയത്തിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. मेरे सारे भय से परमेश्वर ने मुझे छुड़ाया. സകല ഭയത്തിൽ നിന്നും. मेरे सारे भय से. നിങ്ങൾക്ക് പേടിയുണ്ടോ? क्या आपको डर है? ഭയമുണ്ടോ ഹൃദയത്തിൽ? भय है कि अगर डर में? പകൽക്കാലം പരിശുദ്ധാത്മാവ് വളരെ സ്നേഹത്തോട് നിങ്ങളോട് പറയുക, आज के दिन पवित्र आत्मा बहुत प्रेम से आपसे कहता നിങ്ങളുടെ है, സകല ഭയത്തിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിക്കും. तुम्हारे सारे भय से परमेश्वर तुम्हें छुड़ाएगा. അവന്റെ അടുക്കലേക്ക് ഒന്ന് ചെന്നാൽ മതി. उसके पास तुम चले जाओ. യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലാൻ തയ്യാറാണോ? यीशु के पास जाने को तैयार है क्या? ഹല്ലേലൂയ. യേശു നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. यीशु तुमसे बहुत प्रेम करते हैं. സകല ഭയങ്ങളെയും അവൻ പുറത്താക്കുവാനിടയായി. आमीन. हाले तुम्हारे सारे भयों को बाहर करेगा. കർത്താവിന് സ്തോത്രം. परमेश्वर को धन्यवाद. കർത്താവിന് സ്തോത്രം. परमेश्वर को धन्यवाद. കർത്താവിന് സ്തോത്രം. परमेश्वर को धन्यवाद. താങ്ക് യു ജീസസ്. धन्यवाद. താങ്ക് യു ജീസസ്. സകല ഭയത്തിൽ നിന്നും കർത്താവ് എന്ത് ചെയ്തെന്നാ? सारे भय से परमेश्वर ने क्या किया? ഈ വാക്യം വളരെ പവർഫുൾ ആണ് കേട്ടോ. उस आयत बहुत सामर्थ्यशाली है. ദാവീദ് ഒത്തിരി യുദ്ധങ്ങൾ ചെയ്ത മനുഷ്യനാണ്. दावीद बहुत सारे युद्धों को लड़ा हुआ इंसान है. ഒത്തിരി ഭയപ്പെട്ടു പോയ സാഹചര്യങ്ങളിലൂടെ അവൻ പോയിട്ടുണ്ട്. बहुत भयभीत अवस्थाओं से गुजरा है. പക്ഷെ അവൻ എങ്ങനെ വിടുതൽ പ്രാപിച്ചത്? लेकिन उसने छुटकारा कैसे पाया? കർത്താവിന്റെ അടുക്കൽ ചെന്ന് ബലം പ്രാപിച്ചു. वो परमेश्वर के पास जाके बल पाया. നിങ്ങൾ സ്വയമായിട്ട് നേരിടാൻ ശ്രമിച്ചാൽ പരാജയപ്പെടും. हम जब स्वयं उसका सामना करते हैं हम पराजित होता है. സ്വന്തം ശക്തി കൊണ്ട് നേരിടാൻ ശ്രമിച്ചാൽ പരാജയപ്പെടും. अपने खुद की शक्ति से जब सामना करते तो हम पराजित होता है. പക്ഷെ കർത്താവിന്റെ അടുക്കൽ ചെല്ല്. लेकिन परमेश्वर के पास चलो. സകല ഭയവും
പുറത്തു പോകും. सारे भाई वो बाहर आएगा. ഇനി ഇതിന്റെ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞു തരാൻ अब मैं പോകുന്നു. इसका रहस्य बताता हूँ. വലിയ സീക്രട്ടാ കേട്ടോ. बहुत बड़ा रहस्य है. ഭയത്തെ പുറത്താക്കുന്നതിന്റെ ഒരു സീക്രട്ട്. भाई को बाहर करने का एक सीक्रेट. യേശു കർത്താവ് തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകും. यीशु मसीह ने स्वयं जो बताया वो कुछ बातें आज हम सीखेंगे. യേശുവിനെ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായിരുന്നു യോഹന്നാൻ. यीशु से सबसे ज्यादा प्रेम किया और यीशु ने सबसे जो प्रेम किया वो उसमें से एक चेला था വേദപുസ്തകം യോഹന്നാൻ. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. वचन इस प्रकार हमें सिखाता है. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. यीशु को 12 चेले थे പിന്നെ ധാരാളം പേര് അവനെ और പിൻപറ്റുന്നവരുണ്ടായിരുന്നു. बहुत सारे लोग इसे अगुवाई थे. യേശുവിന്റെ അമ്മ മറിയം ഉണ്ടായിരുന്നു. यीशु की माँ मरियम था. പക്ഷെ മറിയം യേശുവിനെ സ്നേഹിച്ചതിൽ അപ്പുറമായിട്ട് യേശുവിനെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ എന്ന് പറയുന്ന പുസ്തകം. लेकिन मरियम ने यीशु से प्रेम किया, उससे भी गहरा प्रेम യോഹന്നാൻ ने किया. അവന്റെ മാറോട് ചേർന്നിരുന്നവനാണ്. उसके छाती से लगा बेटा. യേശുവിന്റെ മാറോട് ചേർന്നിരുന്നു. उसके छाती से लगा बेटा. ഹല്ലേലൂയ. മറിയത്തെക്കാൾ അല്ലേ സ്വാഭാവികമായിട്ടും ആളുകൾ പറയും അമ്മയുടെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയും. ഗ്രേറ്റസ്റ്റ് ലവ്. लोग इस प्रकार कहते हैं माँ का जो प्रेम है सबसे बड़ा प्रेम है. പക്ഷെ വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. ഉണ്ടോ? लेकिन वचन उस प्रकार नहीं അമ്മയുടെ कहता है. സ്നേഹമാ സബ്സെ ബടാ പ്യാർ എന്ന് വേദപുസ്തകം പറയുന്നുണ്ടോ? क्या वचन कहता है माँ का प्रेम सबसे बड़ा ലോകം है. എന്താ പറയുന്നത്? അമ്മയുടെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം അല്ലേ? दुनिया कहते हैं माँ का प्रेम सबसे बड़ा है. വേദപുസ്തകം എന്താ പറഞ്ഞേ? वचन क्या कहता है? അമ്മ മറന്നാലും माँ मरेगा भूलेगा तो മറക്കാത്തൊരു സ്നേഹമുണ്ട്. भी नहीं भूलने वाला एक प्रेम है. അപ്പം there is a love greater than the love of your mother. तो Hallelujah. अपनी माँ से भी बड़ा गहरा प्रेम है. ഞങ്ങളുടെ അമ്മയേക്കാൾ അധികമായി നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടെന്ന് ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നു. तुम्हारी माँ से भी ज्यादा तुम्हें प्रेम करने वाला एक प्रेम है करके ഇനിയും वचन ആ सिखाता സ്നേഹത്തെ है. കുറിച്ച് യേശു കർത്താവ് തന്നെ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്. और यीशु मसीह ने इस प्रकार कहा, കൂട്ടുകാരന് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ഇല്ല. और यीशु मसीह ने इस प्रकार कहा, जो अपनी दोस्त के लिए स्वयं अपनी जान देते हैं उससे बढ़कर प्रेम नहीं है. അപ്പൊ വേദപുസ്തകം എന്താ പറയുന്നത്? तो वचन क्या कहता അമ്മയുടെ है? സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹമെന്നാണോ? क्या वचन इस प्रकार कहते हैं माँ का प्रेम सबसे बड़ा प्रेम है? ഹല്ലേലൂയ. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ഇപ്പോൾ സെർച്ച് ചെയ്യാൻ പോട്ടെ, വീട്ടിൽ പോയിട്ട് സെർച്ച് ചെയ്യണം. നോ ലവ് ഗ്രേറ്റർ എന്നടിക്കുമ്പോൾ അപ്പുറത്ത് മദർ വന്നു കഴിയും. आप गूगल में ബാക്കി ഗൂഗിൾ തന്നെ പറഞ്ഞു തരും. അമ്മയുടെ സ്നേഹം सबसे बड़ा प्रेम ശരിയല്ലേ? करके लिखिए तो माँ बोल के आ जाएंगे. നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴേ ഓട്ടോമാറ്റിക് എന്ത് വരും? അപ്പുറത്ത് വന്നോ മോനെ മദർ വന്നോ, അതാ വരുന്നത്. ലോകം പറയുന്നത് അമ്മയുടെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം എന്നാ. दुनिया कहते हैं माँ का प्रेम सबसे बड़ा प्रेम है. ഹല്ലേലൂയ. കാരണം എല്ലാവരും അങ്ങനെ സെർച്ച് ചെയ്തിട്ടുള്ളത്. क्योंकि सबने उस प्रकार ढूंढा है. അപ്പോൾ ഗൂഗിളിന്റെ ആ സെർച്ച് അൽഗോരിതം പറയുന്നത് ഇതാ ഇതിന്റെ കറക്റ്റ് എന്നാ. तो गूगल का जो सर्च इंजन कहता है यही सही है. പക്ഷേ ഈ വേദപുസ്തകം പറയുന്ന അമ്മ നിന്നെ മറക്കും. लेकिन वचन कहता है माँ तुझे भूलेगा. പെറ്റമ്മ മറന്നവരുണ്ടോ? कि कोई है कि जिसे अपनी माँ ने എത്രയോ भूल പേര് गया. പെറ്റമ്മ മറന്നു പോയിട്ടുണ്ട് പ്രിയമുള്ളവരെ. कितने लोग हैं जिनकी खुद की माँ उसे भूल പെറ്റമ്മ गया. നിന്നെ മറന്നാലും, लेकिन तेरी माँ तुझे भूले, അപ്പൻ മറന്നാലും, भले पिता भूल ആ जाए, സ്നേഹങ്ങളെക്കാൾ അപ്പുറമായൊരു സ്നേഹം ഈ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. और माता पिता का प्रेम से बढ़कर एक प्रेम वचन ആ सिखाता സ്നേഹത്തെ है. കുറിച്ച് യേശു കർത്താവ് പറഞ്ഞത് उस प्रेम के बारे में यीशु मसीह ने कहा കൂട്ടുകാരന് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. कि मित्र के लिए खुद के जीवन देने से बढ़कर तो प्रेम नहीं है. അപ്പോൾ ഈ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ സ്നേഹം ഏതാണ്? तो वचन के प्रकार कौन सा है सबसे बड़ा प्रेम? കൂട്ടുകാരന് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്ന സ്നേഹമാണ്. जो दोस्त के लिए खुद के जीवन को देता है. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. यीशु मसीह ने अपने चेलों से कहा, എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങളാണ് എൻ്റെ സ്നേഹിതർ. बोला तुम मेरे मित्र हो, നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. तुम मेरे मित्र हो, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ നൽകാൻ തയ്യാറാണ്. मैं तुम्हारे लिए मेरी जीवन देने तैयार അപ്പോൾ हूं. അതി വലിയൊരു സ്നേഹമില്ല. तो उससे बढ़कर एक प्रेम नहीं है. കാൽവറി ക്രൂശിൽ നമ്മൾ കണ്ട ആ സ്നേഹത്തെക്കാട്ടിലും വലിയ ഒരു സ്നേഹമില്ല പ്രിയമുള്ളവരെ. तो काल्वरी क्रूस पे हमने जो देखा उससे बढ़कर कोई प्रेम नहीं है. അപ്പോൾ യേശു ഏറ്റവും സ്നേഹിച്ച, तो यीशु सबसे ज्यादा प्रेम किया. യേശുവിനെ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായിരുന്നു യോഹന്നാൻ. यीशु से सबसे जो प्रेम किया चेला था യോഹന്നാൻ. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ ലേഖനങ്ങളിൽ इसके लिए യോഹന്നാൻ की चिट्ठियों में ഒത്തിരി കാര്യങ്ങൾ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. बहुत सारी बातें प्रेम के बारे में लिखा യോഹന്നാനെ है. വിളിക്കുന്നത് തന്നെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ്. യോഹന്നാൻ को जो बुलाता है प्रेम का प्रेरित. എന്തു പറഞ്ഞാലും സ്നേഹം പറയും. कुछ भी कहो प्रेम कहेंगे. യോഹന്നാനെ കുറിച്ച് ഇങ്ങനെയാണ് ചിലര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യോഹന്നാൻ के बारे में इस प्रकार कुछ लोगों ने लिखा है. യേശുവിന്റെ ശിഷ്യന്മാരിൽ
സ്വാഭാവിക മരണം പ്രാപിച്ച ഒരേ വ്യക്തി യോഹന്നാനായിരുന്നു. कि यीशु मसीह के चेलों में जो नेचुरल डेथ हुआ वो एक ही व्यक्ति है, ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി തീരുകയായിരുന്നു. बाकी सभी लोग जो है शहीद हुआ है. യേശുവിന്റെ എല്ലാ ശിഷ്യന്മാരും യോഹന്നാൻ ഒഴിച്ച് രക്തസാക്ഷികളായി തീരുകയായിരുന്നു. यीशु के सारे चेले യോഹന്നാൻ को छोड़ के शहीद हुआ है. പക്ഷെ യോഹന്നാൻ മാത്രമാണ് സ്വാഭാവിക മരണം പ്രാപിച്ച ഒരു ശിഷ്യൻ. केवल യോഹന്നാൻ ही है जो नेचुरल डेथ हुआ है. അത് യോഹന്നാന് യേശു കൊടുത്ത ഒരു വാഗ്ദത്തത്തിന്റെ ഭാഗമായിരുന്നു. वो യോഹന്നാൻ को यीशु ने दिया हुआ एक वादा का हिस्सा है. ഇതിൽ ഏത് മരണമാണ് നല്ലതെന്ന് ചോദിച്ചാൽ कौन सा मृत्यु अच्छा पूछे, രണ്ടും അനുഗ്രഹിക്കപ്പെട്ട മരണങ്ങളാണ്. दोनों आशीषित मृत्यु है. ഒരു ദേവദാസൻ ഇങ്ങനെ പറയാൻ ഇടയെത്തുന്നു, एक परमेश्वर के दास इस प्रकार യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ എളുപ്പമാണ്. यीशु मसीह के लिए शहीद होना आसान है. രക്തസാക്ഷിയാകാൻ എളുപ്പം പ്രിയമുള്ളവരെ. कि शहीद होना आसान കൊല്ലാൻ है. വരുമ്പം കർത്താവിനെ സ്തുതിച്ച് മിണ്ടാന്നാ മതി, അവൻ കൊന്നിട്ട് പോകും. कि जब मारने के लिए आएगा तो परमेश्वर को धन्यवाद बोल പക്ഷെ के वो मार के ജീവിച്ചിരുന്ന് जाएंगे. സത്യസന്ധമായി വിശ്വസ്തമായി യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിഫിക്കൽട്ട് ആണ്. लेकिन जीवित रह के आत्मा बदलना सच्चाई से यीशु मसीह के लिए जीना मुश्किल है. മരിക്കാൻ ഒരു നിമിഷത്തെ വിശ്വാസത്തിന്റെ ധൈര്യം മതി. कि मरने के लिए एक क्षण का विश्वास का धैर्य പക്ഷെ काफी 30, है. 40, 50 വർഷം പാപത്തോടും പ്രലോഭനങ്ങളോടും പോരാടി വിശ്വസ്തമായി ജീവിക്കാൻ ഒരു നിമിഷത്തെ വിശ്വാസവും ധൈര്യവും പോരാ. ഹല്ലേലൂയ. लेकिन 30, 40, 50 साल पाप के विरुद्ध में और परीक्षाओं के विरुद्ध में झेलना बहुत मुश्किल है. രണ്ടും നല്ല മരണങ്ങളാണ്. दोनों अच्छे मृत्यु है. യേശു തന്റെ ശിഷ്യനാകുന്ന യോഹന്നാന് കൊടുത്തൊരു വാഗ്ദത്തത്തിന്റെ ഭാഗമായിട്ടാണ് അവൻ അത്ര ദീർഘ ആയുസ് കിട്ടിയത്. यीशु ने अपने चेला जो യോഹന്നാन को दिया वादा के हिसाब से उसको उतना बड़ा उम्र मिला. എന്നാൽ അവന്റെ സഹോദരൻ लेकिन उसके भाई ക്രൈസ്തവ സഭയുടെ അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയെ തീർന്നു. उसके जो भाई है कि कलीसिया के लिए सबसे पहला शहीद हुआ व्यक्ति है. ഈ യോഹന്നാന് തന്റെ ഏറ്റവും വാർദ്ധക്യമുള്ള സമയത്ത് യോഹന്നാൻ अपने एकदम बुढ़ापे में അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാനൊന്നും പറ്റത്തില്ല. वो खड़े होकर प्रचार नहीं कर ഏതെങ്കിലും पाते. സഭയിൽ മീറ്റിംഗിൽ കൊണ്ട് ഒരു കസേരയിൽ ഇരുത്തിയാൽ कोई कलीसिया में जाके कुर्सी में बिठा दे, അദ്ദേഹം ആകെ പറയുന്ന സെന്റൻസ് वो केवल कहने वाली നിങ്ങൾ शब्द അന്യോന്യം സ്നേഹിപ്പീൻ. तो एक दूसरे से प्रेम करो. അതിനപ്പുറമായിട്ടൊന്നും പറയാനുള്ള ആരോഗ്യമില്ല അദ്ദേഹത്തിന്. उससे बढ़ के उसे कहने के लिए कुछ शक्ति नहीं है. അങ്ങനെ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ച അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ. वैसे प्रेम के बारे में बहुत कुछ सिखाया हुआ एक प्रेरित थे യോഹന്നാൻ. യോഹന്നാന്റെ ഗോസ്പലും യോഹന്നാന്റെ എഴുത്തുകളും, അതായത് എപ്പിസിൽസ്, ലെറ്റേഴ്സ് ഓഫ് ജോൺ, ഇതെല്ലാം ഇങ്ങനെ വട്ടം കറങ്ങുന്നത് ഈ സ്നേഹം എന്ന ഒരു കൺസെപ്റ്റിന്റെ ചുറ്റുമാണ്. യോഹന്നാൻ के किताब, उसकी चिट्ठी, सारी बातें प्रेम के आजू बाजू मंडराते हैं. ദൈവം വെളിപ്പെടുത്തിയ സ്നേഹം, മനുഷ്യവർഗത്തോട് വെളിപ്പെടുത്തിയ സ്നേഹം, परमेश्वर ने प्रकट किया हुआ प्रेम, इंसान को प्रकट किया हुआ प्रेम. പൗലോസിന്റെ എഴുത്തുകൾ ചുറ്റിത്തിരിഞ്ഞത് കൃപ എന്ന ഒരു കൺസെപ്റ്റിന് ചുറ്റുമാണെങ്കിൽ कि अगर पौलुस का जो चिट्ठियों में अगर आता है वो अनुग्रह के बारे में जब कहता है, ആ അസാധാരണ കൃപ വെളിപ്പെടുത്തുവാൻ കാരണമായി തീർന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് ഒത്തിരി പറഞ്ഞ വ്യക്തിയാണ് യോഹന്നാൻ. वो असाधारण अनुग्रह के बारे में कैसा प्रकट हो उसके बारे में बताया हुआ प्रेम के बारे में वो है യോഹന്നാൻ. യോഹന്നാൻ ഹല്ലേലൂയ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ വളരെ ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യോഹന്നാൻ ने प्रेम के बारे में कहा हुआ बहुत सामर्थ्यशाली ഒരു വലിയ एक statement സീക്രട്ട് है. ആണത് കേട്ടോ. बहुत बड़े सीक्रेट है. ഹല്ലേലൂയ. ഒന്ന് യോഹന്നാന്റെ ലേഖനം पहला യോഹന്നാൻ का चिट्ठी 4-ാമത്തെ അധ്യായം 4 ഹല്ലേലൂയ 18-ാമത്തെ വാക്യം. उसका 18वां आयत. ഒന്ന് വായിച്ചേ. ഒന്ന് യോഹന്നാൻ 4:18. ബസ് എന്താ വചനം പറയുന്നത്? സ്നേഹത്തിൽ ഭയമില്ല. वचन क्या कहते हैं? प्रेम में भय नहीं है. എല്ലാവരും പറഞ്ഞാട്ടെ, സ്നേഹത്തിൽ ഭയമില്ല. हर एक जन बोले प्रेम में भय नहीं है. തികഞ്ഞ സ്നേഹം कि सिद्ध जो प्रेम है ഭയത്തെ പുറത്താക്കുന്നു. वो प्रेम को भय को बाहर करते हैं. ഭയത്തെ പുറത്താക്കുന്നു. भय को बाहर करते हैं. സ്നേഹത്തിൽ ഭയമില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. कि प्रेम में भय नहीं है. सिद्ध प्रेम जो है भय को दूर कर देता है. ഇതിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ, इसको अंग्रेजी में इस्तेमाल किया हुआ एक പല ट्रांसलेशन ട്രാൻസ്ലേഷൻ ഉണ്ട്. बहुत सारे ट्रांसलेशन है. പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. उस ट्रांसलेशन की खासियत है ബട്ട് പെർഫെക്റ്റ് ലവ് ഡ്രൈവ്സ് ഔട്ട് ഫിയർ. പുറത്താക്കുന്നു. कि जो परफेक्ट लव है, सिद्ध जो प्रेम है भय को बाहर कर देता है. മറ്റൊരു പദം എക്സ്പെൽസ് ഓൾ ഫിയർ, എക്സ്പെൽ ചെയ്യുന്നു. दूसरा कहते हैं कि सारे भय को हटाते हैं. മറ്റൊരു പദം കാസ്റ്റ് ഔട്ട് ഫിയർ. ഹല്ലേലൂയ. उसको बाहर निकालता है. ഡ്രൈവ്സ് ഔട്ട്
बाहर निकालता है, എക്സ്പെൽസ്, കാസ്റ്റ് ഔട്ട്. ഈ മൂന്ന് പദങ്ങൾ പല ട്രാൻസ്ലേഷനിൽ വരുന്നു. അർത്ഥം ഏകദേശം സെയിം ആണ്. इसका अर्थ एकदम सही है, एक समान है. പക്ഷേ ഈ പദങ്ങളൊക്കെ लेकिन ये सारे पद, മറ്റു ചില സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളാണ്. ये सारे पद जो है दूसरे एक एक घटनाओं में ഏത് इस्तेमाल किया है. സന്ദർഭത്തിലാ? कौन से घटनाओं में? യേശു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറയുമ്പോൾ, जब यीशु मसीह दुष्ट आत्माओं को बाहर किया कहता है, അല്ലെങ്കിൽ യേശു ഭൂതങ്ങളെ ഡ്രൈവ് ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്തു, അല്ലെങ്കിൽ കാസ്റ്റ് ഔട്ട് ചെയ്തു എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. तो यीशु मसीह ने दुष्ट आत्मा को बाहर निकाला, धाटा, इस प्रकार कहता है. ഒരു ഭൂതശക്തിയെ एक दुष्ट आत्मा ഒരു की शक्ति വ്യക്തിയുടെ അകത്തു നിന്ന് പുറത്താക്കുന്നത് പോലെ, एक व्यक्ति के अंदर से बाहर करता है, उस प्रकार കാസ്റ്റ് ഔട്ട് ചെയ്യുന്നത് പോലെ, जैसे बाहर निकालता है, ഭയത്തെ അകത്തു നിന്ന് കാസ്റ്റ് ഔട്ട് ചെയ്യുന്നു. उसी प्रकार भय को अंदर से बाहर निकालता है. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे हैं? ഭയമുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിന്റെ क्या അകത്ത്? आपके दिल के अंदर भय है? ഭയത്തെ എന്ത് ചെയ്യണം? भय को क्या करना है? പുറത്താക്കണം. बाहर करना है. ഹല്ലേലൂയ. അതെങ്ങനെ പുറത്താക്കുന്നത് നമുക്ക് പഠിക്കാം കേട്ടോ. वो कैसे बाहर करते हैं हम ശാന്തമായിട്ട് सीखेंगे. അല്പസമയങ്ങൾ ഇന്ന് വചനം പഠിക്കാൻ പോകുകയാണ്. शांति से कुछ समय आज वचन ചില सीखेंगे. വചനങ്ങൾ വളരെ ശാന്തമായി പഠിക്കണം. कुछ वचन बहुत शांति से पढ़ना നമ്മൾ है. സ്റ്റേജ് ഇളക്കി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുണ്ട്, സ്റ്റേജ് പൊളിക്കുന്ന പ്രസംഗങ്ങൾ. कुछ वचन है जो स्टेज को पूरा हिला देते हैं. ഹല്ലേലൂയ. സ്റ്റേജ് പൊളിച്ചിട്ട് കാര്യമില്ല. ചില വചനങ്ങൾ നമുക്ക് ഹൃദയത്തെ പൊളിക്കണം, ഹൃദയത്തെ പൊളിക്കണം. സ്റ്റേജ് പൊളിഞ്ഞില്ലെങ്കിലും ഹൃദയം പൊളിയണം. स्टेज ഹല്ലേലൂയ. पे भले बहुत सारी चीजें नहीं हो, पर हमने दिलों में बहुत कार्य होना അത് चाहिए. ഹൃദയത്തിൽ ഇറങ്ങി വലിയ വ്യത്യാസങ്ങൾ വരുത്തണം. वो दिलों में आग के बहुत परिवर्तन करना ഭയങ്കര है. വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ आप വെളിപ്പെടും. हालेलुया. बहुत बड़ा छुटकारा आपके जीवन में. ഹല്ലേലൂയ. हालेलुया. ശ്രദ്ധിച്ചു കേൾക്കണം. ध्यान से सुनिए. ഭയത്തെ കാസ്റ്റ് ഔട്ട് ചെയ്യണം. भय को बाहर निकालना ഞാൻ है. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു രംഗം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടിരിക്കുക. उसको समझने के लिए मैं एक अनुभव आपके जीवन में ला യേശു रहा हूं. കർത്താവ് ജെറുസലേം ദേവാലയത്തിലേക്ക് ചെന്നിട്ട് यीशु मसीह जेरूशलेम के मंदिर में जाके ഒരു ചാട്ട എടുത്തിട്ട് एक चाबुक लेके വിൽക്കുന്നവരെ വാങ്ങുന്നവരൊക്കെ അടിച്ചു പുറത്താക്കിയതുപോലെ जो खरीदने वाले बेचने वालों को मार के बाहर निकाला. ഇന്ന് പകൽക്കാലം हालेलुया. इन्न हालेलुया. आज के सुबह നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്താട്ടെ. आप उसे जरा कल्पना में लाओ. നിങ്ങളകത്തിരിക്കുന്ന ഒത്തിരി കൈൻഡ് ഓഫ് ഫിയേഴ്സ്. आपके अंदर बेटा बहुत सारे भाई जो है. ഹലോ, ഈ വചനം കേട്ടിട്ട് ഡെലിവറൻസ് ഇല്ലാതെ നിങ്ങൾ പോകരുത്. ये वचन सुन आमेन. के बिना उसके छुटकारा आपको नहीं जाना നമ്മുടെയൊക്കെ है. പല പ്രശ്നത്തിന്റെ റൂട്ട് കോസ് കാരണം എന്താണെന്നറിയാമോ? हमारे Root cause बहुत എന്താണെന്നറിയാമോ? सारे विषयों का जो नींव क्या है पता? ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഭയമാണ്. कोई ना कोई तरीका का एक भय है. ഭയം പിശാചിന്റെ വലിയൊരു ആയുധമാണ്. भय जो है शैतान का सबसे बड़ा एक हथियार है. വിശ്വാസമാ ദൈവം പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോം എങ്കിൽ, अगर विश्वास से परमेश्वर कार्य करने वाला मंच है വേദപുസ്തകം तो പറയുന്നത് എല്ലാ അനുഗ്രഹം കിട്ടണമെങ്കിൽ വിശ്വാസം വേണം, അതല്ലേ? वचन कहते हैं सारे आशीष के लिए विश्वास होना चाहिए. എബ്രായർ 11:6 പറയുന്നത്, इब्राहिम 11:6 कहता है ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ जो परमेश्वर के पास आते हैं, ദൈവം ഉണ്ടെന്നും परमेश्वर है തന്നെ करके അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കണം. വിശ്വസിക്കണം. उसे खोजने वालों को प्रतिफल देते हैं. विश्वास करना है. വിശ്വാസം കൂടാതെ बिना विश्वास ദൈവത്തെ के, പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. बिना विश्वास के Okay? परमेश्वर को प्रसन्न नहीं कर കൂടാതെ. सकते. അപ്പൊ विश्वास होना, വിശ്വാസം विश्वास जो ദൈവം है, പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. तो विश्वास जो है परमेश्वर कार्य करने നമ്മുടെ वाला मंच है. വിശ്വാസത്തിന്റെ അളവ് ഇങ്ങനെ വർദ്ധിച്ചു കഴിയുമ്പോൾ जब हमारा विश्वास का सीमा बढ़ जाता है ദൈവ പ്രവൃത്തിയുടെ അളവ് വർദ്ധിക്കും. तो परमेश्वर कार्य का नाप भी Can you बढ़ता believe है. that? Can you क्या believe that? विश्वास कर ഓ, सकते हैं? വിശ്വാസം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. विश्वास बढ़ रहा है. അതുകൊണ്ട് ശിഷ്യന്മാരൊക്കെ പറഞ്ഞത്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവിനെ ഞങ്ങളെ സഹായിക്കണം. इसलिए चेलों ने बोला कि परमेश्वर हमारे विश्वास की कमियों पे हमें काम बता. ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഫെയ്ത്തിനെ ഇൻക്രീസ് ചെയ്യണം. चेलों ने बोला कि हमारे विश्वास को बढ़ा. നിങ്ങളുടെ ഫെയ്ത്ത് വർദ്ധിക്കുന്നതനുസരിച്ച് आपका विश्वास जैसे बढ़ता है, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വർദ്ധിക്കാൻ തുടങ്ങും. आपके जीवन में परमेश्वर कार्य भी बढ़ेगा. യേശുവിന്റെ അടുക്ക വന്ന ഓരോരുത്തരോടും यीशु के पास आया हर एक व्यक्ति അവര് से ചില വിഷയങ്ങൾ പറഞ്ഞപ്പോൾ, उन्होंने जब अपने विषय എന്നെ बताया, സൗഖ്യമാക്കണം എന്ന് പറഞ്ഞപ്പോൾ, जब बोला चंगा എന്നെ करना है, വിടുവിക്കണം എന്ന് പറഞ്ഞപ്പോൾ, मुझे छुड़ाने को कहा. യേശു ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? यीशु क्या पूछा? നീ വിശ്വസിക്കുന്നുവോ? क्या तू विश्वास करता है? വിശ്വാസമുണ്ടോ? क्या विश्वास है तुझे? അവിടെ വിടുതൽ വെളിപ്പെടാൻ പോകുന്നത്. वहां छुटकारा प्रकट होगा. അല്ലാതെ എന്റെ കൈ ശക്തി ഉണ്ടോ എന്നുള്ള
ऐसा नहीं कि मेरे पास शक्ति है എന്റെ क्या? കയ്യിൽ ഭയങ്കര ശക്തിയാ. मेरे पास बहुत शक्ति है ആരുടെ കയ്യിൽ? യേശുവിന്റെ കയ്യിൽ किसके पास यीशु के ഭയങ്കര पास ശക്തിയാ. बहुत शक्ति है പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനല്ലേ, वो सृष्टि को ഒരു बनाया हुआ വാക്കുകൊണ്ട് है സകലത്തെ ഉളവാക്കിയവനല്ലേ. एक शब्द से सब कुछ പക്ഷേ ഈ बनाया ശക്തി റിലീസ് ആകണമെങ്കിൽ, लेकिन ये शक्ति अगर बाहर ഈ निकलना है ശക്തി तो ഇങ്ങോട്ട് പിടിച്ചെടുക്കണമെങ്കിൽ, अगर इस शक्ति को पाना है तो അതല്ല റംഷൽക്കമൻ ആ ശക്തിയെ റിലീസ് ചെയ്യുന്നത് उस शक्ति को जो बाहर लाता है നിന്റെ വിശ്വാസമാണ്. वो तेरा विश्वास है ഹല്ലേലൂയ. ഈ ബോട്ടിൽ കോക്ക് തുറക്കുന്നൊരു ചെറിയ സാധനം കണ്ടിട്ടില്ലേ? ये बोतल का जो कॉक खोलने और छोटी बात आपको നമ്മൾ पता है? കൈ കൊണ്ട് പിടിച്ചൊന്നും തുറക്കത്തില്ല. हम हाथ से खोले तो नहीं होगा അത് പിരി വെട്ടിച്ചല്ല തുറക്കുന്നല്ലേ, അങ്ങനെ തുറക്കാൻ എളുപ്പമാണ്. वो ഈ ഓപ്പണർ അങ്ങോട്ട് ഇട്ടിട്ടെ जब ओपनर जब डालता है ഇങ്ങനെ ഒരു പിടി പിടിച്ചു കഴിയുമ്പോൾ एक बार उसको पकड़ लेंगे കപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് തുറക്കും वो അല്ലേ? फटक से खुल जाएगा ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി റിലീസ് ചെയ്യുന്ന ഒരു ഓപ്പണറാണ് നിങ്ങളുടെ ഫെയ്ത്ത്. उसी प्रकार आपके जीवन में परमेश्वर के सामर्थ्य को खोलने वाला एक ओपनर है നിങ്ങൾ विश्वास കടിച്ചു തുറക്കാൻ നോക്കുന്നു, നിങ്ങൾ 21 ദിവസം ഉപവസിച്ച് തുറക്കാൻ നോക്കുന്നു, आप 21 दिन उपवास करके देखने को നിങ്ങൾ देखते हैं പല രീതി തുറക്കാൻ നോക്കുന്നു. आप बहुत सारी रीति से उसे खोलने को പക്ഷേ देखता ഒരു है ലഘു ഉപകരണം, ഹല്ലേലൂയ, लेकिन एक छोटी सी आयु ഒരു ചെറിയ ഉപകരണം एक छोटी सी ഇങ്ങനെ वस्तु കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ തട്ടി കഴിഞ്ഞപ്പോൾ അത് ഓപ്പൺ ആയി വന്നു. वो ഹല്ലേലൂയ. छोटी सी चीज से आपने जब कोशिश ഇതുപോലെ की तो हो തന്നെ गया നിങ്ങളുടെ ഫെയ്ത്ത് उसी प्रकार आपका विश्वास ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, वो परमेश्वर को प्रसन्न करने वाला ദൈവത്തിൽ നിന്ന് ശക്തി റിലീസ് ചെയ്യുവാൻ കാരണമായി परमेश्वर से शक्ति रिलीज करने का कारण യേശുവിന്റെ बनता അടുക്കൽ है വന്നവരെയൊക്കെ യേശു ഹല്ലേലൂയ ചോദിച്ച ചോദ്യം, നീ यीशु के पास വിശ്വസിക്കുന്നുവോ? आए सारे लोग यीशु ने पूछा तू विश्वास വചനം करते പറഞ്ഞു क्या ചിലരുടെ വിശ്വാസം യേശുവിനെ ചലിപ്പിച്ചു കളഞ്ഞു. कि वचन कहते हैं कुछ लोगों का विश्वास जो വചനം पर ഇങ്ങനെ यीशु എഴുതി, को चलाया। അവരുടെ വിശ്വാസം കണ്ടിട്ട് वचन में इस प्रकार उनका विश्वास ആ है क्या 4 പേര് ഒരു കിടക്കയിൽ ഒരു മനുഷ്യനെ മച്ചു പൊളിച്ച് താഴോട്ടിറക്കുന്ന വിശ്വാസം കണ്ടിട്ട് कि वो 4 व्यक्ति जो छत को तोड़ के जो व्यक्ति को नीचे निकालते ആ देखा ഒരു എന്താ പറയുക ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട് वो एक सूबेदार का विश्वास देख നീ के എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ലെന്ന് അവൻ പറഞ്ഞ് അവൻ സബ്മിസീവ് ആകുന്ന വിശ്വാസം കണ്ടിട്ട് कि तू मेरे घर में आने का मैं योग्य नहीं है बोल के अपने आप को समर्पण करने वाला विश्वास को देख के യജമാനനെ മേശപ്പുറത്തുനിന്ന് വീഴുന്ന ഒരു കഷ്ണം അപ്പം എന്റെ കുട്ടിക്ക് മതി എന്ന് പറയുന്ന വിശ്വാസം കണ്ടിട്ട് कि मालिक का जो मेज में से नीचे हालेलुया। गिरने वाला रोटी मेरे बच्चे के लिए काफी है बोलने वाला विश्वास के द्वारा। വിശ്വാസത്തിന് വേറെ ലെവലുള്ള ചിലരെ കണ്ടിട്ട് कि विश्वास का दूसरा मंडल वाला कुछ व्यक्तियों को യേശുവിന്റെ लेके ശക്തി അങ്ങോട്ടങ്ങ് റിലീസ് ആകുകയാണ്. यीशु का शक्ति रिलीज हो रहा है ഒരു സ്ത്രീ एक स्त्री 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ कि 12 साल से लहू बहने वाली स्त्री പബ്ലിക്കലി വരാൻ പറ്റത്തില്ല. वो पब्लिकली नहीं आ അവൾ सकता ആ है കൂട്ടത്തിന്റെ നടുവിലൂടെ വന്ന് वो झुंड के बीच में से ആരും आके അറിയാതെ യേശുവിനെ ഒന്ന് തൊട്ടിട്ട് പോകാൻ ശ്രമിച്ചു. को बिना कोई जाने यीशु को छू के जाने की വചനം कोशिश किया പറയുന്നത് वचन कहता അവൾ है വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലൊന്ന് തൊട്ടു. वो आके उसके वस्त्रों के नीचे छुआ വചനം പറയുന്നു वचन कहता है ഉടനെ അവൻ നിന്നു. उसी समय वो रुका യേശുവിന്റെ യാത്ര അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു. यीशु का यात्रा वहां रुक गया ഹല്ലേലൂയ. അവൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, और वो मुड़ के पूछा ആരാ എന്നെ തൊട്ടത്? किसने मुझे छुआ അപ്പൊ ആളുകൾ പറഞ്ഞു, അയ്യോ കർത്താവ് ഞങ്ങളെല്ലാം തൊട്ടെന്ന് പറഞ്ഞു. सब लोग बोला हम सब ने छुआ നമ്മളെല്ലാം കർത്താവിനെ തൊട്ടു. हम सब ने परमेश्वर യേശു को പറഞ്ഞു, छुआ അങ്ങനെ തൊട്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്. यीशु बोला उस प्रकार छुआ എന്റെ उसकी കൂടെ बातें नहीं നടന്ന് कर रहे മുട്ടി ഉരുമി ഒത്തിരി പേര് നടക്കുന്നുണ്ട്. कि मेरे साथ टच होते बहुत सारे പക്ഷേ लोग चल रहे അവരാരും हैं തൊടാത്തതുപോലെ लेकिन किसी ने नहीं छुआ उस प्रकार someone touched me. किसी ने उस प्रकार ആരോ से എന്നെ छुआ है തൊട്ടു. किसी ने मुझे ഒരു छुआ അസാധാരണ ലെവൽ ഓഫ് ഫെയ്ത്തോട് കൂടെ തൊട്ടു. एक असाधारण विश्वास के साथ मुझे That छुआ released power from me. और वो विश्वास ने मेरे में से शक्ति बाहर എന്നിൽ निकाला നിന്ന് അതുകൊണ്ട് ശക്തി പുറപ്പെട്ടെന്ന്. इसके ഹല്ലേലൂയ. मेरे में से वो शक्ति बाहर അകത്തുനിന്ന് निकला ശക്തി ഇറങ്ങിപ്പോയത് ഞാൻ അറിഞ്ഞെന്ന്. अंदर से एक अंगना। शक्ति बाहर निकला मैं जाना അങ്ങനെ വചനം കേട്ടോ. वैसे है वचन അകത്തുനിന്ന് ശക്തി ഇറങ്ങിപ്പോയത് ഞാൻ അറിഞ്ഞെന്ന്. कि अंदर से शक्ति बाहर निकला ഇവൾക്ക് मैंने जाना വിശ്വാസത്തോടെ ആ വസ്ത്രത്തിന്റെ വെളുമ്പെന്ന് തൊട്ടപ്പോൾ एक व्यक्ति ने विश्वास के साथ वो वस्तु को छुआ യേശു അറിഞ്ഞു, यीशु ने जाना അകത്തുനിന്ന് ഇങ്ങനെ ശക്തി ഇറങ്ങിപ്പോയി. उसके अंदर में से शक्ति बाहर निकला അവളിലെ വിശ്വാസം ആ ശക്തി വലിച്ചിങ്ങെടുക്കുക. वो विश्वास शक्ति को खींच के लेता അവൾ है ഹീലാകുകയാ. वो चंगी हो रही है ദൈവം പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോം तो വിശ്വാസമാണ്. परमेश्वर कार्य करने वाला मंडल जो है विश्वास है സാത്താൻ പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അറിയാമോ? आपको पता है शत्रु कौन से मंडल में काम ആ करता है പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഫിയർ. उस प्लेटफॉर्म का नाम है डर ഫെയ്ത്തിന്റെ ഓപ്പോസിറ്റ് विश्वास का विरुद्ध അവിശ്വാസമല്ല, अविश्वास नहीं ഫെയ്ത്തിന്റെ ഓപ്പോസിറ്റ് ഫിയർ ആണ്.
विश्वास का विरुद्ध जो है डर है। ഞാൻ ലാംഗ്വേജ് പഠിക്കുന്ന ഫെയ്ത്തിന്റെ ഓപ്പോസിറ്റ് അല്ല പറഞ്ഞത്, ഞാൻ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഫെയ്ത്തിന്റെ ഓപ്പോസിറ്റാ പറയുന്നത്. मैं लैंग्वेज के बारे में नहीं कह रहा, मैं वचन के हिसाब से कह रहा है ഫിയർ പിശാചിന്റെ ഒരു വലിയ വെപ്പണാണ്. कि डर जो है शत्रु का बहुत നമ്മുടെ बड़ा അകത്തൊക്കെ हथियार है। പലതരത്തിലുള്ള ഫിയർ ഉണ്ടാകാം. हमारे अंदर बहुत सारे प्रकार के जो ആ डर है, ഫിയർ വെച്ചാണ് സാത്താൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. वो डर के साथ शत्रु जो खेल ആ रहा है, ഫിയർ ആണ് പിശാചിന് വർക്ക് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമായി മാറുന്നത്. वो जो डर है शत्रु को काम करने का प्लेटफॉर्म बनता है। നിങ്ങളുടെ അകത്തുനിന്ന് ആ ഫിയറിനെ കാസ്റ്റ് ഔട്ട് ചെയ്താൽ अगर तुम्हारे अंदर से डर को जो बाहर എന്ത് ചെയ്യണം? निकालेगा, ആ ഫിയറിനെ കാസ്റ്റ് ഔട്ട് ചെയ്യണം. उस डर को जब बाहर निकालेगा, എത്ര തരത്തിലുള്ള ഫിയറാണ് നമുക്കുണ്ടെന്നറിയാമോ? कितने प्रकार का डर हमें है। രോഗം വരും എന്നുള്ള ഭയം, बीमार होगा बोल के डर, ഭാവി നശിക്കുമെന്നുള്ള ഭയം, भविष्य नाश होगा बोल के डर, ഹല്ലേലൂയ, പരാജയപ്പെടുമെന്നുള്ള ഭയം. पराजित होगा बोल के ചില डर। ആളുകളുണ്ട് ഒന്നും ചെയ്യത്തില്ല. कुछ लोग कुछ नहीं करेंगे। എന്താ കാരണം? कारण क्या है? പരാജയപ്പെടുമെന്നുള്ള ഭയം. कि पराजित होगा बोल के डर, ഹല്ലേലൂയ, അതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക. इसलिए कुछ भी नहीं करते। നിങ്ങൾക്ക് പരാജയപ്പെടുമെന്ന് ഭയമുണ്ടോ? क्या आपको डर है कि आप पराजित होगा? ഹല്ലേലൂയ. നിങ്ങൾക്ക് രോഗം വരുമെന്ന് ഭയമുണ്ടോ? आपको डर है कि आपको बीमार होगा? നിങ്ങൾക്ക് ഭാവി നശിക്കുമെന്ന് ഭയമുണ്ടോ? आपको डर है कि आपके भविष्य नाश होगा? ഭയം നിങ്ങളുടെ അകത്ത് ഇരുട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. वो जो भय आपके अंदर अंधकार को लाने वाला एक प्लेटफॉर्म है। ഹലോ, നിങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കുക രോഗം വരും, രോഗം വരും, രോഗം വരും. आप सोच रहे बीमार होगा, बीमार होगा, बीमार होगा, എന്റെ കുഞ്ഞിന്റെ ഭാവി നശിക്കുക. मेरे बच्चे का भविष्य नष्ट होगा। അങ്ങനെ കുറെ ചിന്തിച്ചു കഴിയുമ്പോൾ ऐसे बहुत सोचने के बाद പിശാചിന് പ്രവർത്തിക്കാൻ ഭയങ്കര ഫ്രീഡമാണ് നിങ്ങളുടെ कि शैतान को कार्य करने के बहुत बड़े एक അതുകൊണ്ട് आजादी എന്ത് मिला, ചെയ്യണം? ആ इसलिए क्या करना ഭയത്തെ है? उस भय को പുറത്താക്കണം. उसे बाहर करना ഈ है। പുറത്താക്കണം എന്ന പദം ഉപയോഗിക്കാൻ കാരണം എന്താ? ये बाहर करने का पद क्यों उपयोग किया? അത് പിശാചിന്റെ പ്രോഡക്റ്റാ. उस शैतान എങ്ങനെയാണ് का प्रोडक्ट है। ദുഷ്ട ആത്മാവിനെ പുറത്താക്കുന്നത്? എങ്ങനെയാണോ ദുഷ്ടാത്മാവിനെ किस പുറത്താക്കുന്നത്? प्रकार दुष्ट आत्मा को बाहर करते हैं, അതുപോലെ നിങ്ങളുടെ അകത്തിരിക്കുന്ന ഭയത്തെ നിങ്ങൾ അടിച്ചു പുറത്താക്കണം. उसी प्रकार आपके अंदर जो बैठा हुआ डर को मार के നിങ്ങളെ बाहर വിഷ്വൽ निकालना ഒന്നുകൂടെ है। മനസ്സിൽ കൊണ്ടുവന്നേ. നിങ്ങളെ വിഷ്വൽ ഒന്നുകൂടെ മനസ്സിൽ वापस से കൊണ്ടുവന്നേ. आप उस कल्पना को जरा मन में ले യേശു आओ। കർത്താവ് ഒരു ചാട്ടവാർ ഉണ്ടാക്കിയെന്ന यीशु मसीह ने ചാബുക് ബനായ. एक चाबुक बनाया। ഹലോ, യേശു കർത്താവ് അങ്ങനാണോ? വായിച്ചിട്ടില്ലേ? ഉണ്ടാക്കിയെന്നല്ലേ बनाया എന്ന് പറഞ്ഞാ उसका अर्थ है യേശു പിന്നെ അങ്ങ് ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ എളിക്കൊരു ചാബുക്കൊക്കെ വെച്ചോണ്ടല്ലോ വന്ന് ഇന്ന് രണ്ട് കൊടുത്തിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. इसका मतलब ये नहीं कि गलीला से जब यीशु मसीह आया तो चाबुक लेके അങ്ങനെ आया, പ്ലാൻ ചെയ്തൊന്നുമല്ല വന്നത്. वो प्लान करके പക്ഷെ नहीं आया। ദേവാലയത്തിനകത്തെല്ലാം കയറി കണ്ടു കഴിഞ്ഞപ്പോൾ जब मंदिर के हाथ में अंदर आके सब യേശു देखा, പതിയെ പുറത്തോട്ട് പോയി. वो खुद बाहर गया। എന്നിട്ട് ആളുകളൊക്കെ കുത്തിയിരുന്ന് ഒരു ചാട്ട ഉണ്ടാക്കുന്നു. फिर देख रहे कि वो खुद एक चाबुक बना रहा है, ഹല്ലേലൂയ. ഉണ്ടാക്കിയിട്ട് തിരിച്ചു കയറി വന്നിട്ട് അടിച്ച് പുറത്താക്കി എല്ലാത്തിനെ. तो बना के बाहर लाके There is सबको मार के something बाहर in that निकाला। word. Hallelujah. നിന്റെ ജീവിതത്തിൽ आपके जीवन में വേണ്ടാത്ത ചിലത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, अगर Hallelujah, आपके जीवन में जो नहीं चाहिए वैसा कुछ कार्य काम നിന്റെ कर रहे हैं, ജീവിതത്തിന്റെ അകത്ത് വേണ്ടാത്ത ചിലതിന്റെ ക്രയ വിക്രയം ഉണ്ടെങ്കിൽ, अगर Hallelujah, तेरे अंदर जो नहीं चाहिए वैसे कुछ चीजें है तो, വേണ്ടാത്ത ചില കച്ചവടം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, अगर नहीं चाहिए वैसा कुछ बिजनेस आपके अंदर है तो, സാത്താന്റെ മാല, സാത്താന്റെ ചരക്ക് നിന്റെ അകത്ത് കിടന്ന് ഓടുന്നുണ്ടെങ്കിൽ, अगर शत्रु का जो वस्तु तेरे अंदर ഇന്ന് भाग रहे हैं तो, പകൽക്കാലം പറഞ്ഞാട്ടെ आज के दिन तू कहे ഒരു വിപ്പ് അല്ലെങ്കിൽ ഒരു ചാട്ട ഉണ്ടാക്ക് നീ. ഹല്ലേലൂയ. नहीं तो तू भी एक चाबुक बना। ചാട്ട ഉണ്ടാക്കാനുള്ള രഹസ്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. जो चाबुक बनाना के रहस्य मैं എല്ലാവരും आपको പറഞ്ഞാട്ടെ, बता रहे എനിക്കൊരു हैं। ചാട്ടവാർ ഉണ്ടാക്കണം. मुझे റിപ്പീറ്റ് ആഫ്റ്റർ മീ. എനിക്കൊരു ചാട്ടവാർ ഉണ്ടാക്കണം. हर एक मुंह खोल के बोलो कि मुझे एक ചിലതിനെ चाबुक അടിച്ച് बनाना है, പുറത്താക്കാൻ, कुछ को मार के ചില बाहर निकालने के ഭയത്തെ लिए, പുറത്താക്കാൻ, भय को बाहर करने के लिए, ഭാവി നശിക്കും എന്നുള്ള ഭയത്തെ ഇന്ന് ഞാൻ ചാട്ടവാർ ഉണ്ടാക്കി അടിച്ച് പുറത്താക്കാൻ പോകുകയാണ്. कि भविष्य नाश होगा बोल के Hey. डर को मैं आज चाबुक बना I'm के going to बाहर cast निकालूंगा, out that fear. मैं उसे Hallelujah. बाहर निकालूंगा, I'm going डर to को drive out that fear. उसको मैं धाट के बाहर I'm going to निकालूंगा, expel that fear. Oh, shekamana. मैं उसे बाहर निकालूंगा आज। I'm going to expel that spirit called fear. उस Hallelujah. आत्मा को जो डर है उसके मैं बोलो बाहर पढ़ते, निकालूंगा। oh spirit of fear. तो Hallelujah. आप बोलो हर I एक cast out to you. हर Hallelujah. एक डर की യേശുവിന്റെ आत्मा मैं നാമത്തിൽ तुझे डांटता हूँ। എന്റെ മനസ്സിൽ നിന്ന്, എന്റെ ഹൃദയത്തിൽ നിന്ന്, എന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോ. यीशु मसीह के नाम से, मेरे दिल से, मेरे मन से, मेरे अंदर से बाहर निकल। എന്റെ ഭാവി നശിക്കത്തില്ല. मेरा भविष्य नाश नहीं എന്റെ होगा, കുഞ്ഞുങ്ങളുടെ ഭാവി നശിക്കത്തില്ല. मेरे बच्चों का भविष्य नाश ഈ नहीं രോഗം होगा, എന്നെ തകർക്കത്തില്ല. ये जो बीमारी मुझे എന്റെ नाश ശുശ്രൂഷ नहीं നശിക്കത്തില്ല. करेगा, मेरे सेवक का नाश नहीं होगा। യേശുവിൻ മാഷക്കൽ കാമാന यीशु के नाम से, ഹേ, യേശുവിൻ നാമത്തിൽ നിങ്ങൾ ഏറ്റെടുത്താട്ടെ ഈ വചനം. यीशु मसीह के नाम से इसे स्वीकार करो।
സിസ്റ്റർ നിന്റെ ഭാവി നശിക്കത്തില്ലെന്ന്. बहन आपके भविष्य नाश नहीं സിസ്റ്റർ നിന്റെ होगा. ഭാവി നശിക്കത്തില്ലെന്ന്. आपका भविष्य नाश नहीं होगा. ഹല്ലേലൂയ. യേശുവിന്റെ കൈ പിടിക്കുന്നീ. यीशु के हाथ पकड़ तू. ഹല്ലേലൂയ. There is a weapon. उधर एक हथियार है. ഒരു ആയുധമുണ്ട്. एक हथियार है. ആയുധത്തിന്റെ പേര് ചാട്ടവാറെന്ന്. उस हथियार का नाम है चाबुक. ചിലതിനെ അടിച്ചു പുറത്താക്കുന്ന ഒരു ആയുധം. कुछ चीजों को मार के बाहर करता है. നിന്റെ അകത്ത് നടക്കുന്ന ചില അന്യായ വ്യാപാരങ്ങളെ അടിച്ചു പുറത്താക്കുന്ന ഒരു ആയുധം. तेरे अंदर जो कार्य करने वाला दुष्ट आत्मा की शक्तियों को बाहर करने ദൈവത്തിന്റെ वाला പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യേണ്ട നിന്റെ ജീവിതത്തിൽ परमेश्वर का पवित्र आत्मा जो वास करने वाला तेरे जीवन में, ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യേണ്ട നിന്റെ ജീവിതത്തിൽ कि विश्वास कार्य करने वाला तेरे जीवन में ഇന്ന് കയറിക്കൂടിയിരിക്കുന്ന आज जो घुस के बैठा है സ്പിരിറ്റ് ഓഫ് ഫിയർ. वो डर की आत्मा യേശു को കർത്താവ് എന്ത് ചെയ്തെന്നാ? यीशु मसीह ने क्या किया? അവൻ ചില മേശകളെ മറച്ചു കളഞ്ഞെന്നാ. कुछ tables को ഇന്ന് പകൽക്കാലം गिरा ചില दिया. മേശകൾ മറിയട്ടെ. आज तेरे जीवन में कुछ टेबल्स गिरे. മേശ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ മേശ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, वो मेज का अर्थ क्या है पता है? നിങ്ങൾ ചില കോൺഫറൻസിന് പോകുമ്പോൾ, आप जब कॉन्फ्रेंस में कोई जाता ചില है, പ്രോഗ്രാമിന് പോകുമ്പോൾ, कुछ प्रोग्रामों में അതിന്റെ जाता है, എൻട്രൻസിനോട് ഒത്തിരി ബൂത്ത് ഇട്ടിട്ടുണ്ട് അല്ലേ? ബൂത്ത്. उसके वहाँ बहुत सारे बोलते हैं कि बूथ रखा हुआ रहता പല है ഓർഗനൈസേഷന്റെ ബൂത്താ. कि अलग अलग चीजों का है. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മാൽ എന്താ അത് നമുക്ക് വാങ്ങിക്കാം അല്ലേ? वहाँ जाके Hello. उनका जो काउंटर से हम उसका യേശു माल ले കയറി सकते ചെന്നിട്ട് हैं. यीशु वहाँ जाके ചില ബൂത്തിനെ അങ്ങ് മറച്ചെന്ന്. तो ഹല്ലേലൂയ. यीशु मसीह ने कुछ काउंटर को गिरा दिया. ഇത് മനസ്സിലാകുന്നുണ്ടോ? आपको समझ में आ ചില रहा है? വ്യാപാരങ്ങൾ നടക്കുന്ന ടേബിളിനെ മറച്ചെന്ന്. कुछ Hey. जो बिजनेस चलने Hey, वाला जो come काउंटर on को church, यीशु ने I'm गिरा preaching दिया. something. അശഖാമന. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഹല്ലേലൂയ, ആത്മാവിൽ നിന്റെ ജീവിതത്തിൽ ബൂത്തിട്ടിരിക്കുന്ന, कि तेरे जीवन में जड़ा हुआ നിന്റെ काउंटर को, ജീവിതത്തിൽ ചില അന്യായ വ്യാപാരങ്ങൾ ഇട്ടിരിക്കുന്ന तेरे जीवन में कुछ अन्याय व्यवहार ചില डाला हुआ, ടേബിൾ മറിയാൻ പോകുക. कुछ जो है टेबल से वो गिरने ചില वाला है, കച്ചവടങ്ങൾ മറിയാൻ പോകുക. कुछ जो धंधा है वो बंद होने ചില वाला है, പൈശാചികമാകുന്ന അധികാരങ്ങൾ മറിയാൻ പോകുക. कुछ शैतानी सामर्थ आज गिरने കരകളെ वाला है. ശക്തമായി അടിച്ച് കർത്താവിനെ സ്തുതിച്ചട്ടെ. ताली बजा के परमेश्वर യേശുവിൻ को धन्यवाद നാമത്തിൽ മഷൽ ഖമന. കരകളെ അടിച്ച് മധുല റംഷൽ ഖമന. അതൽ പംഷൽ ഖമന. അദാനാ ഷേഖേനെ റംഷൽ ഖമന. ചിലത് മറിയട്ടെ. कुछ हिले, ചിലത് മറിയട്ടെ. कुछ गिरे, ചില ബൂത്തുകൾ മറിയട്ടെ. कुछ जो काउंटर है वो गिर ചില जाए, മേശകൾ മറിയട്ടെ. कुछ मेशा जो है गिर ചില जाए, ഭയത്തിന്റെ ആത്മാവ് ഇട്ടിരിക്കുന്ന ചില മേശകൾ, जो डर की आत्मा में डाला हुआ जो मेष ചില है, അധികാരങ്ങൾ कुछ हथियार ഇന്ന് പകൽക്കാലം മറിയട്ടെ. यीशु മറിയട്ടെ. मसीह के नाम से आज गिरे. ഹൽക്കമശഖമന ജുബാന റംഷൽ ഖമന അർദൽ പന്തൻ. യേശുവിന്റെ നാമത്തിൽ, यीशु मसीह के യേശുവിൻ नाम से, നാമത്തിൽ, യേശുവിൻ यीशु നാമത്തിൽ मसीह के नाम കം से, ഔട്ട്, കം ഔട്ട്, കം ഔട്ട്. പുറത്തു പോ, बाहर आ, यीशु പുറത്തു मसीह പോ. के नाम से बाहर आ. സ്പിരിറ്റ് ഓഫ് ഫിയർ, जो डर की സ്പിരിറ്റ് आत्मा, ഓഫ് ഫിയർ, डर की आत्मा, ഭയത്തിന്റെ ആത്മാവേ भय की आत्मा, യേശുവിന്റെ നാമത്തിൽ പുറത്തു പോ. यीशु मसीह के പ്രാപിച്ചോ. नाम से बाहर जाओ. Take സ്പിരിറ്റ് ഓഫ് ഫിയർ. യേശുവിന്റെ ആത്മാവിൽ, यीशु के യേശുവിന്റെ ആത്മാവേ, यीशु की आत्मा, യേശുവിന്റെ ആത്മാവേ യേശു की ആത്മാ. ഈ ജനത്തിന്മേൽ ചലിച്ചാട്ടെ. यीशु की आत्मा हम सब के ऊपर कार्य करे. ഭയം നുഴഞ്ഞു കയറിയെടുത്ത് जो घुसपैठ किया है, പുത്രത്വത്തിന്റെ ആത്മാവെന്ന് കയറട്ടെ. പുത്രത്വത്തിന്റെ आमेन, ആത്മാവ്. हालेलुया. जो घुस के बेटा भय की आत्मा, ഭയം के എവിടെ ऊपर, वो ഇരിക്കുന്നത്? पुत्रत्व की आत्मा घुसे. ഭയം എവിടെ ഇരിക്കുന്നത്? भय कहाँ बेटा है? അവിടെ സന്താൻപൺ അല്ലെങ്കിൽ ലേഖാപ്പണിന്റെ ആത്മാവ് ഒന്ന് കേറട്ടെ. वहाँ पुत्रत्व की आत्मा जाके बस जाए. We cast out every fear. हम हर एक डर को, भय We को cast कास्ट out करते every हैं. fear. हम हर एक भय को डांटते हैं. Let me explain it. There is a weapon. वहाँ एक हथियार है, There is a weapon. एक हथियार है, ഒരു ആയുധമുണ്ട്. एक हथियार ഒരു है, ചാട്ടവാറുണ്ട്. एक चाबुक है. അടിച്ച് ചിലതിനെ പുറത്താക്കാൻ. चाबुक से मार के कुछ को बाहर ഇത് निकाल. പകൽക്കാലം നിങ്ങൾ ഈ ആരാധന വിട്ടു പോകുമ്പോൾ आज जब इस आराधना से ഒരു बाहर निकलेगा, ചാട്ടവാർ ഉണ്ടാക്കിക്കോണം കേട്ടോ. एक चाबुक को बनाना है, ചിലതിനെ ഡ്രൈവ് ഔട്ട് ചെയ്യുവാൻ, कुछ चीजों को बाहर निकालने के ചിലതിനെ लिए, എക്സ്പെൽ ചെയ്യുവാൻ, कुछ चीजों को बाहर निकालने के ചിലതിനെ लिए, കാസ്റ്റ് ഔട്ട് कुछ ചെയ്യുവാൻ, चीजों को धाटने के ഹജമാന लिए, ശഖമാന ചില സിക്നസിനെ കാസ്റ്റ് ഔട്ട് ചെയ്യുവാൻ, कुछ बीमारी को धाटने के ചില लिए, ഡെമോണിക് സ്പിരിറ്റിനെ ഡ്രൈവ് ഔട്ട് ചെയ്യുവാൻ. कुछ दुष्ट आत्मा को बाहर निकालने के लिए. ഹേ ജാനാരം ഷൽഖേ ബേലേ ലേ ലേ ഷേലേ ഹജമാന റംഷഖമാന. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. प्रार्थना करे, प्रार्थना करे, प्रार्थना करे. Oh, hallelujah.
ആത്മാവിൽ ഞാൻ കാണുകയാ. आत्मा में मैं देख रहा हूँ. പകൽക്കാലം ശത്രു ഇട്ടിരിക്കുന്ന ചില മേശകൾ മറിയുകയാ. मैं आत्मा में देख रहा शत्रु ने जो डाला हुआ मेज जो है गिर रहा है. ആലയത്തിൽ നിന്ന്, നിന്റെ ആലയത്തിൽ നിന്ന്, तेरे मंदिर में से പരിശുദ്ധാത്മ വസിക്കേണ്ട നിന്റെ ശരീരത്തിൽ നിന്ന്, पवित्र आत्मा वास करने वाला तेरे शरीर में ശത്രു ഇട്ടിരിക്കുന്ന ചില മേശകൾ മറിയുകയാ. शत्रु ने डाला हुआ जो मेज है वो गिर रहा है. മറിയുകയാ. वो गिर रहा है. യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ആ സഹോദരന്മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. उस बहन के ऊपर परमेश्वर की ആ सामर्थ उतरे. സഹോദരന്മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. उस बहन के ऊपर परमेश्वर की सामर्थ उतरे. ഓ ഹല്ലേലൂയ. തികഞ്ഞ സ്നേഹം सिद्ध प्रेम ഭയത്തെ പുറത്താക്കുന്നു. भय को बाहर निकालता है. ഹല്ലേലൂയ. ഞാനൊരു വെപ്പൺ പറഞ്ഞു തരാം. मैं एक हथियार बताता ആ हूँ. വെപ്പന്റെ പേര് ദൈവസ്നേഹം എന്നാണ്. वो हथियार का नाम है परमेश्वर का प्रेम. ആ വെപ്പൺ ഭയത്തെ പുറത്താക്കുന്നതാണ്. वो हथियार भय को बाहर If करता है. you grow in the love of God, यदि hallelujah, आप परमेश्वर का प्रेम में बढ़ेंगे, നിങ്ങളുടെ അകത്തുനിന്ന് നിങ്ങൾ അറിയാതെ ഭയം പുറത്തു പോകും. आपके अंदर से आपके जाने बिना भय बाहर जाएगा. പല കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. वो बातों को मैं आपको बता के देता हूँ. ശാന്തമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് ഒന്നുകൂടി शांति से पढ़ने वाली बातें हैं. ശ്രദ്ധിക്കാം. अब ध्यान से सुनिए. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ കാര്യങ്ങൾ യോഹന്നാൻ തന്നെ എഴുതിയ ഭാഗമാണ് ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 15. वो യോഹന്നാൻ ने बहुत ही खूबसूरती से लिखा हुआ ये बातें है യോഹന്നാൻ 15 में. 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, उसका 9 से लेकर 17 तक की आयत, 8 വാക്യങ്ങൾ 8 आयत സ്നേഹത്തെ കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ്. वो प्रेम के बारे में कहता है. 8 വാക്യങ്ങൾ സ്നേഹത്തെ കുറിച്ച് പറയുക. 8 आयत प्रेम के बारे में कहता है. സ്നേഹത്തിന്റെ പവറിനെ കുറിച്ച് പറയുക. प्रेम का शक्ति के बारे में ഏത് कहता है. സ്നേഹമാണെന്ന് അറിയാമോ? कौन सा प्रेम? ഹല്ലേലൂയ. യേശുവിനോടുള്ള സ്നേഹം. यीशु से जो प्रेम है. മറന്നുപോകല്ലേ, യോഹന്നാന്റെ അനുഭവം ഇത് കേട്ടോ. भूलना नहीं, യോഹന്നാൻ का अनुभव है ये. ആരംഭത്തിൽ ഞാൻ എന്താ പറഞ്ഞത്? आरंभ में मैंने क्या कहा? യേശു അധികം സ്നേഹിച്ച, यीशु सबसे ज्यादा प्रेम किया. യേശുവിനെ അധികം സ്നേഹിച്ച ഒരു ശിഷ്യൻ, यीशु से सबसे ज्यादा प्रेम किया एक चेला. അമ്മയേക്കാൾ അധികമായി സ്നേഹിച്ച, माँ से ज्यादा प्रेम किया. മറ്റാരേക്കാൾ അധികമായി യേശുവിനെ സ്നേഹിച്ച ഒരു ശിഷ്യൻ, जो सबसे ज्यादा यीशु से प्रेम किया हुआ चेला. കൂട്ടുകാരൻ, യേശുവിന്റെ അടുത്ത കൂട്ടുകാരൻ, यीशु के सबसे करीबी യേശുവിന്റെ दोस्त. മാറോട് ചാരിയിരുന്ന ഒരു ശിഷ്യൻ. यीशु के सीने के साथ लगा हुआ ആ दोस्त. സ്നേഹത്തിന്റെ പവർ എന്തായിരുന്നെന്ന് അറിയാമോ? वो प्रेम का शक्ति क्या था? യോഹന്നാൻ പറയും എന്റെ അകത്ത് ഫിയർ ഇല്ലെന്ന്. യോഹന്നാൻ बोलते मेरे अंदर भय नहीं है. എന്തിനുള്ള ഫിയർ ഇല്ല? किस चीज का भय नहीं है? ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4 ഒന്നുകൂടി മേലോട്ട് നോക്കി പഠിച്ചാൽ, कि पहला യോഹന്നാൻ 4 पहले ऊपर से अगर पढ़ेंगे, എനിക്ക് ജഡ്ജ്മെന്റിനെ കുറിച്ച് ഫിയർ ഇല്ല. मुझे जजमेंट के ऊपर डर Are नहीं you है. listening me? आप मुझे सुन रहे हैं? എനിക്ക് ന്യായവിധിയെ കുറിച്ച് ഭയമില്ലെന്ന്. मुझे न्याय के दिन का डर नहीं है. ലോക മനുഷ്യരെല്ലാം दुनिया के सभी लोग ന്യായവിധിയെ കുറിച്ച് ഭയപ്പെടുമ്പോൾ, वो जो न्याय का दिन के बारे में डरता है, നരകത്തെ കുറിച്ച് ഭയപ്പെടുമ്പോൾ, नरक के बारे में डरता है, അന്തിമ ന്യായവിധിയെ കുറിച്ച് ഭയപ്പെടുമ്പോൾ, अंतिम न्याय के बारे में डरता है. യോഹന്നാൻ പറയുക യോഹന്നാൻ कहता है എനിക്ക് ഭയമില്ലെന്ന്. मुझे वो भय नहीं है. കാരണം कारण I am in love with Jesus. मुझे यीशु से प्रेम है. യേശുവുമായി ഭയങ്കര സ്നേഹത്തിൽ. मुझे यीशु से बहुत ആ प्रेम है. സ്നേഹം, वो प्रेम, ദൈവത്തിന്റെ സ്നേഹം, परमेश्वर का जो प्रेम है, ക്രൂശിൽ വെളിപ്പെട്ട സ്നേഹം वो सूली पे प्रकट हुआ प्रेम എന്റെ ഭയത്തെ പുറത്താക്കി. मेरे भय को बाहर निकाला. ക്രൂശിലെ സ്നേഹത്തെ കണ്ടവനാ. जो क्रूस की सूली का നിങ്ങൾ प्रेम को देखा ക്രൂശിലെ मैंने. സ്നേഹത്തെ കണ്ടവനാണോ? क्या आपने सूली के प्रेम को देखा? കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ലെന്ന് യേശു പറഞ്ഞിട്ട്, जब यीशु ने कहा कि दोस्त के लिए जान देने से बढ़कर प्रेम नहीं है कह के, അങ്ങനെ സ്നേഹം വെളിപ്പെടുത്തിയവനാ. वैसा प्रेम को प्रकट किया उसने. കാൽവറി ക്രൂശിൽ വെളിപ്പെടുത്തിയവനാ. वो कालवरी क्रूस पे उसने प्रकट किया. ഇത് കണ്ടിട്ടുള്ള യോഹന്നാൻ പറയുകയാണ്, ये देख के യോഹന്നാൻ कहता है എനിക്കിപ്പം ഭയമില്ലെന്ന്. अब मुझे भय नहीं है. ക്രൂശ് എന്റെ ഭയത്തെ പുറത്താക്കിയത്. सूली क्रूस जो है मेरे भय को बाहर निकाला. ക്രൂശ് എന്റെ ഭയത്തെ आप പുറത്താക്കാൻ मुंह खोल के बोलो, ये सूली मेरे भय को बाहर निकाला. ക്രൂശിൽ എന്റെ യേശു സഹിച്ച പങ്കപ്പാടുകൾ कि जो क्रूस में जो यीशु ने जो എന്റെ सहा, എല്ലാ ഭയത്തെയും പുറത്താക്കി. वो मेरे सारे भय को बाहर निकाला. ക്രൂശിൽ എന്റെ യേശു വേദന അനുഭവിച്ചത് കൊണ്ട്, कि सूली में मेरे यीशु ने दर्द उठाया हो അവൻ എനിക്ക് ശാപമായി തീർന്നത് കൊണ്ട്, वो मेरे लिए श्राप बना बोल के എന്റെ രോഗഭയം പുറത്തു പോവുകയാണ്. मेरे बीमारी का जो भय है वो बाहर निकला. കുറിച്ചുള്ള ഭയം പുറത്തു പോവുകയാണ്. भविष्य के ऊपर जो भय बाहर निकला, ന്യായവിധിയെ കുറിച്ചുള്ള ഭയം പുറത്തു कि പോവുകയാണ്. न्याय का दिन का डर मेरा बाहर എനിക്കിനി निकला. ഭയമില്ല. अब मुझे भय नहीं है. എനിക്കിനി ഭയമില്ല. अब मुझे भय नहीं है. ഇനിയും ഞാൻ
പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് अब यूहन्ना का सुसमाचार 15 में आ जाइए। 9-ാം വാക്യം മുതൽ 9 आयत 9 से लेके ഹല്ലേലൂയ യേശു കർത്താവ് സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. यीशु मसीह प्रेम के बारे में कहता है। ആദ്യം പറഞ്ഞു पहले कहा പിതാവ് എന്നെ സ്നേഹിക്കുന്നത് എങ്ങനെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. पिता मुझसे जैसा प्रेम करते वैसा मैं तुमसे प्रेम करता हूँ। യേശുവിനോട് ആരോട് ചോദിച്ചു? यीशु से किसी ने पूछा കർത്താവേ നീ എത്രയും ഞങ്ങളെ സ്നേഹിക്കുന്നു? तुम मुझसे कितना प्रेम करते हैं? നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിക്കത്തില്ലേ हम बच्चों से पूछता है നിനക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ടാ? कि तुम मुझसे कितना प्रेम करते हैं? പിള്ളേരിങ്ങനെ കാണിക്കുക बच्चे ऐसे दिखाते हैं ഇത്ര ഇഷ്ടമുണ്ട്, इतना प्रेम है, ഇത്ര ഇഷ്ടമുണ്ട്, इतना प्रेम है, ഇഷ്ടമുണ്ട്. इतना प्रेम है, इतना प्रेम है। ശരിയല്ലേ? सही है कि नहीं? അതുപോലെ യേശുവിനോട് ആരോട് ചോദിച്ചു? उसी प्रकार यीशु से किसी ने पूछा നീ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ട്? तुम मुझसे कितना प्रेम करते യേശു हैं? പറഞ്ഞു यीशु ने कहा നിനക്കറിയാമോ പിതാവ് എന്നെ എങ്ങനെ സ്നേഹിക്കുന്നെന്ന്? क्या तुम्हें पता है पिता मुझसे कैसे प्रेम करते हैं? അതുപോലെ Amen, തന്നെ. उसी प्रकार Oh, that is amazing. वो बहुत ही Hallelujah. खूबसूरत है। പിതാവായ ദൈവം എങ്ങനെയാണ് പുത്രനെ സ്നേഹിച്ചത്? जिस प्रकार पिता परमेश्वर ने पुत्र से प्रेम करा। നിങ്ങൾ പറ പ്രിയമുള്ളവരെ, आप भी कहो പിതാവിന് പുത്രനോടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? कि पिता को पुत्र का प्रेम से कुछ कमी है क्या? അതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. उसी प्रकार मैं तुमसे प्रेम करता അമ്മ हूँ। മറന്നാലും അപ്പം മറന്നാലും പിന്നെയും പരിശുദ്ധാത്മ പറയുക, फिर से पवित्र आत्मा कहते हैं माँ भूल जाए पिता भूल जाए, ലോകത്തിലുള്ള എല്ലാം മറക്കും കേട്ടോ. कि दुनिया के सभी लोग भूलेंगे, മക്കള് മറക്കുമെന്ന്, बच्चे भूल जाएंगे, ഭർത്താവും ഭാര്യയും മറക്കുമെന്ന് അല്ലേ? पति पत्नी भूल जाएंगे, ഹല്ലേലൂയ. ഒട്ടി നിന്നവരൊക്കെ നമ്മളെ വിട്ടുമാറുമെന്ന്. जो करीब हमारे साथ खड़ा था सब दूर हो പക്ഷേ जाएंगे, വിട്ടുമാറാത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ. लेकिन नहीं छोड़ने वाला एक ही है। ഒരിക്കലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞവർ, कभी मैं तुझे भूलेगा नहीं कहा। ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഓട്ടോഗ്രാഫിൽ എഴുതി തന്നവരുണ്ടല്ലേ പണ്ട്? वैसा क्या लिख के देने वाले लोग हैं, ഓട്ടോഗ്രാഫിൽ എഴുതി തന്നവരുണ്ട്, ഒരിക്കലും ഞാൻ നിന്നെ മറക്കത്തില്ല. ऐसे लिख के देते हैं, मैं ആ तुझे कभी പുള്ളി नहीं ഇപ്പൊ भूलूंगा। എവിടാണെന്ന് പോലും അറിയത്തില്ല, वो व्यक्ति अभी किधर है वो भी नहीं पता, മറന്നു പോകുമെന്ന്. भूल जाएंगे। കൂട്ടായി നിൽക്കുമെന്ന് പ്രതിജ്ഞബന്ധം ചെയ്തവർ, जो साथ खड़ा होगा बोल के जो प्रतिज्ञा किया वो लोग, കൂട്ടത്തോടെ വിട്ടുപോകുമെന്ന്. कि एक साथ छोड़ के जाएगा। ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമെന്നും ചൊല്ലുന്നു, കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞബന്ധം ചെയ്തോ. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു, കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തോ. കൂട്ടത്തോടെ വിട്ടുപോയെന്നാലും കൂട്ടായ യേശു എനിക്കുള്ളതാൽ എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം. കൂടെ മരിക്കാൻ, साथ में मरने के लिए, കൂടെ ജീവിക്കാൻ साथ में जीने के लिए പ്രതിജ്ഞബന്ധം ചെയ്തവരുണ്ട്. जो वादा किया हुआ लोग हैं, കൂടെ മരിക്കാമെന്ന് അല്ലേ പ്രതിജ്ഞ ചെയ്തവർ, സത്യപ്രതിജ്ഞ ചെയ്തവർ, साथ जिएंगे मरेंगे वादा किया लोग, അവര് വിട്ടുപോയി. वो छोड़ के गए, പക്ഷെ വിട്ടുപോകാത്ത ഒരു കർത്താവ്. लेकिन नहीं छोड़ के जाने वाले എങ്ങനെ परमेश्वर। സ്നേഹിക്കുമെന്ന് യേശു പറഞ്ഞു, പിതാവ് എന്നെ എങ്ങനെ സ്നേഹിച്ചത് അതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. वो यीशु क्या कहा, जैसे पिता ने मुझसे प्रेम किया वैसा मैंने प्रेम किया। എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു, എന്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കണം. और यीशु ने कहा मेरे प्रेम में तुम्हें वास करना है। യേശുവിന്റെ സ്നേഹത്തിൽ നമ്മൾ വസിക്കണം. यीशु के प्रेम में हमें वास करना ആ है। സ്നേഹത്തിന്റെ സർക്കിൾ വിട്ടു പോകരുത്. उस प्रेम का जो सीमा छोड़ के नहीं जाना ഹലോ, है। യേശുവിന്റെ സ്നേഹത്തിന്റെ സർക്കിൾ വിട്ട് പുറത്തു പോകരുത്. यीशु का प्रेम का जो सर्कल छोड़ के ഈ नहीं जाना है। സ്നേഹത്തിന്റെ സർക്കിളിന്റെ അകത്ത് इस प्रेम के सर्कल में അവിടെ ഭയമില്ല കേട്ടോ, वहाँ भय नहीं है, അവിടെ ബലമാണുള്ളത് കേട്ടോ. वहाँ बल है। എല്ലാരും പറഞ്ഞാട്ട് യേശുവിന്റെ സ്നേഹമാണ് എന്റെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളെയും പുറത്താക്കുന്നത്. अब मुंह खोल के बोलो यीशु का प्रेम है जो मेरे दिल पे से मेरे भय सारे बाहर निकालते हैं। ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങളിൽ പിന്നെ യേശു കർത്താവ് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. अगले आयत में यीशु मसीह कहने वाले बहुत सारी बातें हैं। 12-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 12 की आयत से पढ़िए। तेरवा आयत पढ़ लीजिए।
देखो കൂട്ടുകാർക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ഇല്ല. യേശു കർത്താവ് എന്തിനാ ഇത് പറഞ്ഞത്? यीशु मसीह इस प्रकार कहते हैं मित्रों के लिए ഇത് പറയുക जान देने से बड़ा प्रेम नहीं है, ഇത് ये केवल പറയുക बोलने के लिए नहीं, മാത്രമല്ല, ഈ സ്നേഹം യേശു അവർക്ക് കൊടുത്തു. ये प्रेम यीशु ने दिया, അവർക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായി. उनके लिए मरने के लिए तैयार हुआ। അടുത്ത വാക്യങ്ങൾ അഗ്ലേ ആയത് ശ്രദ്ധിച്ചു വായിക്കണം. ध्यान से पढ़िए। देखो ഇനി ഒരു കണ്ടീഷൻ പറയുക. उसके बाद एक व्यवस्था कहता है കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. कि मित्रों के लिए जान देने से बढ़कर प्रेम नहीं है। അത്ര വലിയ സ്നേഹമാണ് യേശുവിന് ഉള്ള സ്നേഹം. उतना बड़ा प्रेम है यीशु പക്ഷേ का। ആർക്ക് വേണ്ടിയാ കൊടുക്കുന്നത്? किसके लिए देता है? ആർക്ക് വേണ്ടി കൊടുക്കുന്നത്? किसके लिए? കൂട്ടുകാരന് വേണ്ടി. दोस्त के लिए। അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. उसका एक कंडीशन है, യേശുവിന്റെ കൂട്ടുകാരനാകണം. तुझे यीशु का मित्र बनना है। യേശുവിന്റെ കൂട്ടുകാരനാകണം. तुझे यीशु का मित्र बनना है। യേശുവിന്റെ കൂട്ടുകാരനായാൽ यीशु का मित्र बनेगा, ഹല്ലേലൂയ, ആ സ്നേഹത്തിന്റെ എല്ലാ ബെനിഫിറ്റും നിനക്ക് കിട്ടും. उस प्रेम का सारी बेनिफिट तुझे मिलेगा। പക്ഷേ യേശുവിന്റെ കൂട്ടുകാരനാകുക എന്ന് പറയുമ്പോൾ जब यीशु का मित्र बनना कहेगा, അതിനൊരു കണ്ടീഷൻ ഉണ്ട്. उसका एक कंडीशन है। എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? आप सुन रहे हैं? യേശുവിന്റെ കൂട്ടുകാരനാകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. यीशु का मित्र बनने का एक कंडीशन है। കർത്താവ് എന്നോട് കൂട്ടുപിടിക്കാമോ എന്ന് നമ്മൾ ചോദിച്ചാൽ, अगर हम पूछते हैं परमेश्वर मुझसे दोस्त करेगा क्या? നമ്മൾ ഈ പണ്ട് സ്കൂളിൽ പഠിക്കുകയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. हम स्कूल में जब पढ़ते थे, ഈ നമുക്ക് ചില പിള്ളേരോട് നമ്മൾ കൂട്ടുപിടിക്കാമോ? कुछ लोगों से पूछते क्या दोस्त बनेंगे? പറ്റുമോ? होगा? അല്ലേ? ചോദിക്കരുത്. അവര് ഓക്കെ ഓക്കെ പറഞ്ഞ നമ്മൾക്ക് കൂട്ടായി. अगर उसने होके നമ്മൾ बोला हम दोस्त യേശുവിനോട് बन गए। യേശുവേ എനിക്ക് നിന്നോട് കൂട്ടുപിടിക്കണം. हम यीशु से पूछते कि यीशु मुझे तुझसे दोस्ती करना है। കണ്ടീഷൻ പറയും. यीशु एक कंडीशन ആ कहेंगे। കണ്ടീഷൻ എന്താണെന്നറിയാമോ? वो कंडीशन क्या है? എൻ്റെ ആജ്ഞകളെ, എൻ്റെ കമാൻഡ്മെന്റ്സിനെ, എൻ്റെ വചനത്തെ നിങ്ങൾ പാലിച്ചാൽ Amen. നിങ്ങൾ എൻ്റെ മിത്രങ്ങളായി മാറും. वो कहते हैं कि मेरी आज्ञाओं का तुम पालन करेगा तो तुम मेरे मित्र होगा। യേശുവുമായിട്ട് കൂട്ടുപിടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. यीशु से दोस्ती करना सब चाहते കാരണം ആ हैं, സ്നേഹത്തിൽ വസിച്ചാൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. क्योंकि हमें पता है उस प्रेम में क्या आशीष हमें मिलता പക്ഷെ है। ആ സ്നേഹത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ लेकिन उस प्रेम में आपको प्रवेश करने के लिए അതിന് വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് ആണ്. उसके ऊपर जो कंडीशंस रखा है എൻ്റെ ആജ്ഞകളെ നിങ്ങൾ പാലിക്കണം. कि मेरी आज्ञाओं का तुम्हें पालन करना है। യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒന്നിലധികം തവണ ഈ കാര്യം പറയുന്നുണ്ട്. യോഹन का सुख समाचार में एक से काफी बार इसमें कहा 10ാം है। അധ്യായത്തിൽ പറയുന്നുണ്ട്, उसके 10 के अध्याय में कहता है, 14ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 14 अध्याय में कहता है। എംഫസൈസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? इन सबको क्या एम्फसाइज നിങ്ങൾ करते हैं? പറയുന്നു നിങ്ങൾ എൻ്റെ സ്നേഹിതനാണെങ്കിൽ तुम कहते हैं तुम मेरे मित्र हो। അത് തെളിയിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? वो कैसे साबित നിങ്ങൾ करता है? എൻ്റെ ആജ്ഞകളെ പാലിക്കും. तुम मेरी आज्ञाओं का पालन करेगा। ദൈവ കൽപ്പനകളെ, ദൈവത്തിന്റെ വചനത്തെ നമുക്ക് അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, यदि परमेश्वर की आज्ञाओं का हम पालन नहीं कर पाता है, ക്ലിയർ ആയിട്ട് പറഞ്ഞു, यीशु से साफ साफ कहा ദൈവസ്നേഹം നിങ്ങളിൽ ഇല്ല. कि परमेश्वर का प्रेम तुम में नहीं है। സ്നേഹം ഉണ്ടെന്നൊക്കെ വെറുതെ കള്ളം പറയുന്നതേ तुम ഉള്ളൂ. प्रेम है बोल के झूठ कहते हो। സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യമൊന്നും അനുസരിക്കുന്നില്ലല്ലോ. प्रेम है कह के मेरे जो बोलते हो उस चीजों का पालन नहीं Are you करते। listening me? क्या आप तुम मुझे सुन रहे हैं? നമ്മൾ ശരിക്കും കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, यदि हम सही में परमेश्वर को प्रेम करता है, നമ്മൾ പിന്നെ കർത്താവിന്റെ അടുക്കൽ ചെന്ന് ഒരു കണ്ടീഷനും പറയത്തില്ല. फिर हम जाके परमेश्वर के सामने कोई भी कंडीशन नहीं കർത്താവ് कहेंगे। എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. परमेश्वर तू कुछ भी बोले मैं उसे करूंगा। എന്റെ ചോദ്യം, मेरा सवाल, നിങ്ങൾക്ക് യേശുവിനോട് നല്ല സ്നേഹം ഉണ്ടോ എന്നുള്ളത് ഹല്ലേലൂയ അതിന് തെളിവാണ്. आपको परमेश्वर से आज सच्चा प्रेम है उसका सबूत है। കർത്താവ് പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കുന്നു. परमेश्वर जो भी बोलते हैं आप पालन करता है। അതിന് രണ്ട് ഭാഗമുണ്ട്. उसका दो भाग है। ഒന്ന് ദൈവത്തിന്റെ വചനത്തിൽ കർത്താവിന്റെ കൽപ്പനകളുണ്ട്. एक है परमेश्वर के वचन में उसकी आज्ञाएं हैं, ആ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കുന്നുണ്ട്. उस आज्ञाओं का पालन करते हैं क्या? ക്ലിയർ ആണ്, വിസിബിൾ ആണ്. वो एकदम साफ साफ दिखाई देता है എഴുതിയിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ചെയ്യരുത് അല്ലേ? कि इसमें लिखा हुआ क्या क्या चीजें करना नहीं करना है। ക്ലിയർ കമാൻഡ്മെന്റ്സ് ഉണ്ട്. ये आज्ञा है, അവൻ പറഞ്ഞ ആജ്ഞകളുണ്ട്. उसने दिया आज्ञा है, അതനുസരിക്കുന്നുണ്ടോ? क्या उसे पालन करता है? രണ്ടാമത്തെ ഭാഗം, दूसरा भाग, വ്യക്തിപരമായി ചിലതൊക്കെ കർത്താവ് നമ്മളോട് പറയും. व्यक्तिगत तौर पे कुछ चीजें परमेश्वर हमसे അത് വളരെ कहता है। പേഴ്സണൽ ആണ് കേട്ടോ. वो बहुत व्यक्तिगत तौर पर വചനം വായിക്കുമ്പോൾ, जब वचन पढ़ेंगे, പ്രസംഗം കേൾക്കുമ്പോൾ, जब प्रचार सुनता है, സ്വപ്നങ്ങളിലൂടെ, सपना के द्वारा, ദർശനങ്ങളിലൂടെ, दर्शन के द्वारा, ചിലപ്പോഴൊക്കെ ദൈവം നമ്മളോട് പറയും മോനെ ഇത് ചെയ്യണം, कि परमेश्वर बोलेंगे बेटा ये कर, മക്കളെ ഇത് ചെയ്യരുത്. बेटा ये मत करना। നിങ്ങൾ അത് അനുസരിക്കാറുണ്ടോ? क्या वो उसे मानता है? ഉണ്ടോ? क्या पूरा करता है? എത്രയോ പ്രാവശ്യം ദൈവം ചിലത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറഞ്ഞിട്ട് നമ്മൾ റെഡിയല്ല. कितनी बार परमेश्वर हमारे जीवन से कुछ चीजों को हटाने को कहा फिर भी हम तैयार नहीं നമ്മൾ हैं। വളരെ അഡമന്റ് ആയിട്ട് പറയാം കർത്താവ് എന്തിനും കുഴപ്പമില്ലല്ലോ,
എൻ്റെ കാര്യത്തിൽ ഒരു 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 ഒഴിവ് കഴിവ് ഒന്ന് ഓക്കെ അല്ലേ കർത്താവ്? എത്രയോ പേര് അങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്. നമ്മളിങ്ങനല്ലേ പറയുന്നത്? काफी बार हम जिद करके बोलते परमेश्वर से तो बहुत सारे लोग करते हैं, तुम इसे माफ करो, छोड़ दो। കർത്താവ് പറഞ്ഞു, മോനെ എനിക്കത് ഇഷ്ടമല്ല. परमेश्वर बोलते मुझे वो पसंद नहीं है। മക്കളെ നിന്റെ ജീവിതത്തിൽ ആ പാപം എനിക്ക് ഇഷ്ടമല്ല. बच्चों तेरे जीवन में पाप मुझे पसंद नहीं है। അപ്പൊ നിങ്ങൾ പറഞ്ഞു എത്രയോ പാസ്റ്റർമാർ അങ്ങനെ ജീവിക്കുന്നത്. तो आप कहते कितने पासवान लोग ऐसे जीते हैं। ഞാനും അങ്ങനെ ഒന്ന് കുഴപ്പമെന്താ കർത്താവേ? അവർക്കൊക്കെ ഭയങ്കര കൃപയല്ലേ, വലിയ അനുഗ്രഹമല്ലേ അല്ലേ? कि उन सबको बहुत आशीष है, अनुग्रह है। നിങ്ങളോട് കർത്താവ് പറയുന്നത് നിങ്ങൾ അനുസരിക്കാറുണ്ടോ? क्या आपसे परमेश्वर जो कहते हैं आप पालन करते हैं? അത് അനുസരിക്കുന്നില്ലെങ്കിൽ यदि वो पालन नहीं करते, അതിന്റെ അർത്ഥം उसका अर्थ है നിങ്ങൾ വെറുതെ പറയും യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയാ. हम व्यर्थ में कहते हैं परमेश्वर मैं तुमसे प्रेम करता हूँ। आमीन। നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ പറയല്ലേ, हम जब गीत गाते कहते हैं അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിക്കുന്നില്ലേ. हम इस प्रकार गीत गाते हैं, तुझसे बढ़ के और किसी को नहीं चाहूंगा। ഹല്ലേലൂയ. പിന്നെ പാടും നീ എനിക്കായി തന്നതാ. फिर कहते तू मुझे दिया, തന്നില്ലെങ്കിലോ नहीं दिया तो പിന്നെ സ്നേഹമൊന്നുമില്ല. फिर प्रेम नहीं है। ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, आप ध्यान से सुनिए। നമ്മൾ हमें വെറുതെ സ്നേഹിക്കുന്നു 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 ഇങ്ങനെ പാട്ടി പാടിയാ പോരാ. हमें केवल गीत में प्रेम करते बोल के गाना ही കർത്താവ് नहीं है। എന്ത് കൽപ്പിച്ചാലും परमेश्वर कुछ भी आज्ञा दे, ഞാൻ അനുസരിക്കാം. आमीन, एस लॉर्ड मैं उसे पूरा करूंगा। ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ട ദൈവത്തിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, पीछे दिनों एक व्यक्ति से बात करते if you समय love Jesus, अगर तुम यीशु से प्रेम करते हो, ഹല്ലേലൂയ, നിങ്ങൾ സാക്രിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കും. आप बलिदान के साथ अपना कदम उठाएंगे। ലവ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് സാക്രിഫൈസ്. कि प्रेम डिमांड करता है बलिदान को। कुछ न तो कुछ चीज आपको कुर्बान करना पड़ेगा. എന്തെങ്കിലും നമുക്ക് കുർബാൻ ചെയ്യണം। लव डिमांड സാക്രിഫൈസ്. कि स्नेह प्रेम जो है बलिदान को मानता है। ഹല്ലേലൂയ. യേശു കർത്താവ് പത്രോസിനോട് ചോദിച്ചു, यीशु मसीह ने पत्रोस से पूछा, പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? पत्रोस तुम मुझसे प्रेम करते हैं क्या? ഇവയിൽ അധികമായി സ്നേഹിക്കുന്നുണ്ടോ? तुम मुझसे ज्यादा प्रेम करते हैं क्या? അല്പം ഡിമാൻഡ് ചെയ്തുള്ള ലവ്. वो डिमांड करने वाला प्रेम है। മറ്റെന്തിനെക്കാട്ടിലും നീ എന്നെ സ്നേഹിക്കണം. बाकी सबसे ज्यादा तू मुझे ഞാൻ प्रेम എന്ത് करे। വിടാൻ പറഞ്ഞാലും നീ വിടണം. आमीन, हाले तू कुछ भी छोड़ने बोलो मैं तैयार हूँ। ഡിമാൻഡ്സ് വെക്കരുത്, റിസർവേഷൻസ് तू വെക്കരുത്. उसमें अपनी कुछ भी डिमांड्स നീ मत रख। എന്ത് പറഞ്ഞാലും प्रभु तू कुछ भी ഞാൻ कहे, അനുസരിക്കാൻ തയ്യാറാണെന്നുള്ളൊരു സ്നേഹത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ यदि प्रभु कुछ भी बोले आप पालना करने को तैयार है बोल के उस प्रेम में നിങ്ങളുടെ आए। അനുസരണത്തിലൂടെ आपके आज्ञा पालन से, യേശുവിനോടുള്ള നിങ്ങളുടെ സ്നേഹം വെളിപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ कि यीशु से जो प्रेम है तुम्हारा, अगर तुम प्रकट करने को ഇന്ന് तैयार है। പകൽക്കാലം പറയുന്നു, आज के दिन ആ कहता है സ്നേഹം സാധാരണ സ്നേഹമല്ല. वो प्रेम जो साधारण प्रेम ആ नहीं है, സ്നേഹം പെർഫെക്റ്റ് ലവ് ആണ്. वो प्रेम जो है അത് सिद्ध प्रेम है। പ്രേമമാണ്. वो सिद्ध प्रेम തികഞ്ഞ है, സ്നേഹമാണ്. वो सिद्ध प्रेम है, കണ്ടീഷൻസ് ഇല്ലാത്ത സ്നേഹമാണ്. बिना कंडीशन ആ का प्रेम है। സ്നേഹം वो प्रेम ഭയത്തെ പുറത്താക്കും. वो भय को बाहर निकालता है। ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. एक रहस्य में आपसे कहता हूँ, മറ്റെന്തിനെക്കാട്ടിലും യേശുവിനെ സ്നേഹിച്ച് जिस बाकी किसी से ज्यादा यीशु से യേശുവിന്റെ प्रेम करके, കൽപ്പനകളെ അനുസരിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. उसकी आज्ञाओं को पालन करके खड़ा हुआ व्यक्ति है യേശു ये आप। എന്തു പറഞ്ഞാലും, यीशु कुछ भी कहे, അതുകൊണ്ട് എന്ത് നഷ്ടമുണ്ടായാലും, उसे कुछ भी नुकसान हो, ഹല്ലേലൂയ, അത് സഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, यदि वो झेलने को तैयार व्यक्ति है आप, every fear will flee out from your heart. हर एक भय आपके दिल से बाहर निकलेगा। Holy Spirit is talking to someone. पवित्र आत्मा किससे बातें कर You are रहा है? under the clutches of fear today, right now. Hallelujah. നീ ഭയത്തിന്റെ പിടിയില്ല ഇന്ന് പകൽക്കാലം. आज जो तू है कि डर के पकड़ में है, നിനക്ക് ആ ഭയത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ, तुझे इस भय का पकड़ से बाहर आना है तो ഹല്ലേലൂയ, പരിശുദ്ധാത്മ വ്യക്തമായി പറയുക. पवित्र आत्मा साफ साफ कहता है, യേശു പറയുന്നത് നീ അനുസരിക്കുക. आमीन, हालेलुया। यीशु जो कहते हैं उसे पालन कर। നമ്മുടെ എക്സ്ക്യൂസസ് യേശുവിന് വേണ്ട. हमारा कोई भी एक्सक्यूज അതുകൊണ്ട് यीशु को नहीं എന്ത് चाहिए। നഷ്ടമുണ്ടായാലും उसे कुछ भी नुकसान हो, be submissive for his will. कि उसकी इच्छा के लिए समर्पित रहो। അത് തരുന്നൊരു ഡെലിവറൻസ് ഉണ്ടല്ലോ, वो देने वाला जो छुटकारा അത് है, തരുന്നൊരു ഫ്രീഡം ഉണ്ടല്ലോ, वो जो देने वाला आजादी, അത് ഭയങ്കരമാണ്. वो बड़ा है, അത് ഭയങ്കരമാണ്. वो बड़ा है। Are you ready to submissive for the will of God? आप तैयार है क्या एक परमेश्वर का इच्छा के लिए तैयार അതിനുവേണ്ടി है? നിങ്ങൾക്ക് വലിയ കഷ്ടവും നഷ്ടവും സഹിക്കേണ്ടി വന്നാൽ उसके लिए आपको बहुत बड़ा कष्ट या नष्ट उठाना पड़े, നിങ്ങൾ അധൈര്യപ്പെടേണ്ട. आपको धैर्य नहीं होना है। ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. हमें कोई नष्ट नहीं होगा। യേശുവിന് വേണ്ടി എന്ത് നഷ്ടപ്പെട്ടാലും, यीशु के लिए कुछ भी नष्ट हो, ഹല്ലേലൂയ, എന്ത് കഷ്ടം സഹിക്കാൻ कोई भी कष्ट हो,
കർത്താവ് അതൊക്കെ നീതിക്കായി കണക്കിടും. वो सारी चीजें परमेश्वर धार्मिकता के लिए അവന്റെ गिनेगा. സ്നേഹത്തിന് പകരം കൊടുക്കാൻ വേറെ ഒന്നുമില്ല. उसका प्रेम को बदले में और कुछ അതുകൊണ്ട് नहीं है. യേശുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ हम यीशु के प्रेम में रुकने के लिए അവന്റെ കൽപ്പന അനുസരിക്കണം. उसकी आज्ञाओं का पालन करना है. കേൾക്കുന്ന ദൈവമക്കളെ, मुझे सुनने वाले परमेश्वर के നിങ്ങളിൽ बच्चों, ആരെങ്കിലും ഇന്ന് വരെ കർത്താവിന്റെ കൽപ്പന ദൈവവചനം അനുസരിച്ചിട്ടില്ല, आप में से कोई भी परमेश्वर की आज्ञा को आज तक नहीं पाला है तो തീരുമാനമെടുത്താട്ടെ. आज एक निर्णय ले, യേശുവിന്റെ കൽപ്പനകളെ അനുസരിക്കും. मैं यीशु की आज्ञाओं का पालन करेगा. അത് നിങ്ങളെ യേശുവിന്റെ മിത്രമാക്കി മാറ്റും. वो आपको यीशु का मित्र बनाएगा. ഹല്ലേലൂയ. हालेलुया. നിങ്ങളിൽ ആരെങ്കിലും आप में से कोई भी ഇന്ന് വരെ കർത്താവ് നിങ്ങളോട് ചിലത് ചെയ്യാൻ പറഞ്ഞിട്ട് आज तक परमेश्वर आपसे कुछ करने को कहा, അവന്റെ उसके ഹിതം बावजूद, വെളിപ്പെടുത്തിയിട്ട് उसका इच्छा प्रकट करने के ഒഴിവ് बावजूद, കഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കുന്നെങ്കിൽ उसके बावजूद कुछ ना कुछ बहाना बोल के बाहर रुका. പരിശുദ്ധാത്മാവ് പറയുന്നു, आज पवित्र आत्मा कहता है നിങ്ങൾ അവനെ അനുസരിക്കുക, तुम उसे पालन करो, അവന്റെ മിത്രമായി മാറും. उसका मित्र बन जाओ. കണ്ടീഷനില്ല കേട്ടോ. वो कंडीशनल है. യേശുവിന്റെ സ്നേഹിതനാകണമെങ്കിൽ यीशु का मित्र बनना है तो അവന്റെ കൽപ്പനകളെ അനുസരിക്കുക. उसकी आज्ञाओं को पालन करना है. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങളിൽ പറയുക, इसके आगे कहते हैं 15-ാം വാക്യം. ആ, ബസ് എന്താ അവിടെ എഴുതിയിരിക്കുന്നറിയോ? वहाँ क्या लिखा है? ഹല്ലേലൂയ. യേശു കർത്താവ് പറയാ, यीशु मसीह कहता है യജമാനൻ ചെയ്യാൻ പോകുന്നത് ദാസർക്ക് അറിയത്തില്ല എന്താണ്. कि जो मालिक करने वाला है वो दास को पता नहीं है, പക്ഷേ लेकिन സ്നേഹിതന്മാർക്കറിയാം. दोस्तों को पता है. അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളെ എൻ്റെ ദാസരെന്ന് വിളിക്കത്തില്ല. इसके लिए मैं तुम्हें दास नहीं बुलाऊंगा, ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതരെന്ന് വിളിക്കുകയാണ്. मैं तुम्हें मेरा मित्र बुलाऊंगा. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ध्यान से सुनिए. യേശു പറയാ, നിങ്ങൾ എൻ്റെ സ്നേഹിതരാ. यीशु कहते तुम मेरे मित्र हो. അതുകൊണ്ട് എന്ത് ചെയ്യും? इसलिए क्या करेगा? ഞാൻ ഒരു കാര്യവും നിങ്ങൾ ഇന്ന് രഹസ്യമായിട്ട് വെക്കത്തില്ല. मैं कोई भी बातें आपसे छुपा के नहीं बैठूंगा. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ മിസ്റ്ററീസിനെ കുറിച്ച് കേട്ടല്ലേ? पिछले फ्राइडे को हमने मिस्ट्रीज के ऊपर सुना. ഏറ്റവും കൂടുതൽ മിസ്റ്ററി വെളിപ്പെട്ട് കിട്ടിയ ഒരു അപ്പോസ്തലനാ പൗലോസ്. सबसे ज्यादा जो बोलते ना मिस्ट्रीज प्रकट करके मिला हुआ प्रेरित है पौलोस. പൗലോസ് ഈ എഫെസ്യ ലേഖനത്തിൽ ആ വാക്യങ്ങൾ എഴുതുമ്പോൾ, पौलोस जो एफेसियों में वो बातों को लिखता है, 1-ാം അധ്യായം എഴുതുമ്പോൾ, 3रा अध्याय लिखता है, ഹല്ലേലൂയ, അവൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാം എനിക്ക് കിട്ടിയിട്ടുള്ള മിസ്റ്ററീസ് എത്ര വലുതാണ്. आपको पता है मुझे मिला हुआ प्रकाशन कितना ദൈവം बड़ा है. എനിക്ക് വെളിപ്പെടുത്തുന്ന വെളിപ്പാടുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. कि परमेश्वर जो दिया मुझे प्रकाशन के बारे में आपको पता है. ഇത് എഴുതിയത് ये जो लिखा AD 62 AD 62 में है. റോമിലെ ജയിലിൽ കിടന്നുകൊണ്ടാ. रूम के जो जेल में पड़ा होके, ജയിലിൽ കിടക്കുന്ന ആള് പറയുക, जेल में पड़ा हुआ व्यक्ति बोल ഞാനിപ്പോ रहे ഇരിക്കുന്നത് സ്വർഗസ്ഥലത്താണ്. हैं, मैं जो बेटा है स्वर्गीय स्थान में है. ഞാനിപ്പോ ജയിലിൽ കിടക്കുകയെന്നല്ല പറയുന്നത്. वो ये नहीं कहते मैं भी जेल में അദ്ദേഹം हूँ. പറഞ്ഞു, ദൈവം എന്നെ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ്. परमेश्वर ने मुझे स्वर्गीय स्थान में ഇത് बिठाया ഭയങ്കര है. മിസ്റ്ററിയാ കേട്ടോ. പൗലോസിന് മാത്രമുള്ള മിസ്റ്ററിയാ. ये केवल पौलुस को पता चला. അതേ ജയിലിൽ കിടന്നുകൊണ്ട് उसी जेल में खड़े हो AD 62 തന്നെ AD 62 में ഫിലിപ്പിയിലുള്ള വിശ്വാസികൾക്ക് ഒരു കത്തെഴുതി. फिलिप्पी में जो विश्वासी उनको एक चिट्ठी लिखा. അതിനകത്ത് എന്ത് എഴുതിയെന്ന് അറിയാമോ? उसमें क्या लिखा? ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് ഇനി അറിയാൻ ആഗ്രഹിക്കുന്നത്. मैं मसीह के बारे में और जानना चाहता हूँ. ഒരേ സമയത്ത് ഒരാൾക്ക് എഴുതിയപ്പോൾ പറഞ്ഞു, ഭയങ്കര വെളിപ്പാടാ എനിക്ക് കേട്ടോ, എന്തൊരു മർമ്മങ്ങളാ എനിക്ക് അറിയാവുന്നത്. एक व्यक्ति को बोला, मुझे बहुत प्रकाशन मिला है. അടുത്ത സഭയ്ക്ക് എഴുതിയപ്പോൾ പറഞ്ഞു, दूसरे कलीसिया को लिखा, ഇനി എനിക്ക് അറിയണമെന്ന്. और मुझे जानना है. പ്രാപിച്ചതൊന്നും പോരാ, जितना प्राप्त किया काफी नहीं है, ഇനിയും രഹസ്യങ്ങളുണ്ട്, और रहस्य है, ഇനിയും മിസ്റ്ററീസ് ഉണ്ട്, और मिस्ट्रीज ഇനി है, എനിക്ക് അറിയണമെന്ന്. वो भी मुझे जानना ഇത് है. പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോട് തന്നൊരു വചന വെളിപ്പാട്, എനിക്ക് തന്നൊരു വചന വെളിപ്പാട് പറയാം. आज जो परमेश्वर की आत्मा ने पासवान को दिया प्रकाशन में आपसे कहना चाहता है. ഹല്ലേലൂയ. യേശുവിനെ കൂടുതൽ സ്നേഹിച്ചാൽ, यीशु से ज्यादा प्रेम करे, കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ, ज्यादा करीब आए, നിങ്ങളുടെ വെളിപ്പാടിലും ഒരു വർധനമുണ്ടാകും. आमेन. अब आपका प्रकाशन में भी एक बढ़ोतरी होगा. ആർക്കും അറിയാത്ത വചന വെളിപ്പാട് ഇതേ പൊങ്ങി വരും. कि ഹല്ലേലൂയ. जो कोई नहीं जानता वैसा प्रकाशन आपको उठ के आएगा. ഇന്ന് രാവിലെ ഈ വചനം ഞാനിങ്ങനെ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ये सुबह आज ये वचन ध्यान അതിന്റെ करते समय കാരണം എന്താണെന്നറിയാമോ? इसका कारण क्या है? യേശുവാനാണ്. यीशु कौन है? യേശുവാനാ. ലോഗോസ്. लोगोस. യേശുവാനാണ്.
यीशु कौन है? വചനം वचन। വചനം വചനത്തോട് കൂടുതൽ അടുക്കും തോറും, वचन से जितना करीब होगा, വചനത്തെ കൂടുതൽ സ്നേഹിക്കും തോറും वचन से जितना प्रेम करेगा, വചനത്തിന്റെ വെളിപ്പാട് കൂടി 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 വരുമെന്ന്. वचन का प्रकाशन बढ़ते 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 जाएगा। ദൈവവചനം ആഴത്തിൽ മനസ്സിലാകണമോ? आपको परमेश्वर का वचन गहराई में जानना है। എല്ലാവരും പറയും, പാസ്റ്ററെ എനിക്ക് വചനം വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക്. നിങ്ങൾ യേശുവിനെ കണ്ടമാനം സ്നേഹിക്കും. बहुत सारे लोग बोलते हैं मुझे वचन समझ में नहीं आता। कल्पनाകളെ आप അനുസരിച്ച് यीशु से बहुत प्रेम करो, നിങ്ങൾ उसके आज्ञा का അറിയാതെ पालन ആർക്കും करो। അറിയാത്ത വചന വെളിപ്പാട് കയറി വരുമെന്ന്. आप बिना जाने जो किसी को नहीं मिला वैसा प्रकाशन आपको मिलेगा। വെളിപ്പാടിൽ വചനത്തിന്റെ മർമ്മങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന്. प्रकाशन और वचन के जो गहराई को आपको मिलेंगे। പൗലോസ് പറയാ, പോരാ, എനിക്ക് ഇനി യേശുവിനെ അറിയണം. पौलुस बोलते नहीं, मुझे और उसे जानना है। യേശുവിനെ കൂടുതൽ അറിയണമെന്ന്. यीशु को और ज्यादा जानना है। അറിയണമെന്ന് പറയുമ്പോൾ എന്തറിയണമെന്നാ? क्या जानना है? ഇപ്പൊ ഞാൻ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞു കേട്ടോ. अब मैं बहुत सारी बातें जाना। യേശുവിന്റെ ശരീരമാ സഭയെന്ന് അറിഞ്ഞു. यीशु का शरीर है कलीसिया में जाना। ഹല്ലേലൂയ. ജാതികൾ ഈ ശരീരത്തോട് ചേർന്ന് വരണം എന്നുള്ള ദൈവിക വെളിപ്പാട് അറിഞ്ഞു. कि जातीय शरीर के साथ और वो प्रकाशन मैंने पाया। അങ്ങനെ യേശുവിനെ ഒത്തിരി ഞാൻ അറിഞ്ഞു. वैसे यीशु को मैं बहुत जाना, ഇനിയും ഒത്തിരി അറിയാനുണ്ടെന്ന്. और बहुत जानना है। നിങ്ങൾക്ക് രഹസ്യം അറിയാമോ? आपको रहस्य पता है? ഇത് പൗലോസ് പറഞ്ഞതല്ല, ये पौलुस ने नहीं कहा, ഇത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ये यीशु ने कहा। നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. आप जब യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 21 വാക്യം ആദ്യം വായിച്ചാട്ടെ. आप जब पढ़िए യോഹന്നാൻ 14 का 21वां आयत। ഒന്ന് വായിച്ചാട്ടെ. രസകരമായ വാക്യം, വേഗത്തിൽ വായിക്കാം. നമുക്ക് വായിച്ച് കൺക്ലൂഡ് ചെയ്യാൻ പോവാ ഞാൻ. ആ ആ ആ ആ ആ ഏത് വാക്യം സിസ്റ്റർ വായിക്കുന്നത്? 14:21. 14:21 ആണോ വായിച്ചത്? ഓക്കെ ഓക്കെ, വൺ സെക്കൻഡ്, ലെറ്റ് മീ സീ. ആ ഓക്കെ, ആ അതാ എനിക്ക് വേണ്ടത്. ആ മലയാളത്തിലുള്ള വാക്ക് ഹിന്ദിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ വിൽ മാനിഫെസ്റ്റ്, ഐ വിൽ റിവീൽ മൈസെൽഫ് ടു ഹിം. ഹലോ, ഇതൊരു വലിയ വെളിപ്പാടാ കേട്ടോ. യോഹന്നാൻ 14:21 എഴുതിയിരിക്കുക. യോഹന്നാൻ 14:21 लिखा है, എന്നെ സ്നേഹിച്ച് मुझसे प्रेम എന്റെ करके കൽപ്പന അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ मेरा आज्ञाओं को पालन करेगा, എന്നെ തന്നെ അവന് വെളിപ്പെടുത്തും. मैं अपने आप को उसे प्रकट करके അപ്പോൾ दूंगा। നിങ്ങൾക്ക് യേശുവിനോടുള്ള സ്നേഹം കൂടിയാൽ आपको यीशु से प्रेम बढ़ेंगे, യേശു നിങ്ങളോട് അവനെ തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങുന്നു. यीशु अपने आप को प्रकट करना शुरू करेगा। പൗലോസ് പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയണമെന്ന്. പൗലോസ് പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയണം. पौलुस बोलते मुझे यीशु को जानना है। നിങ്ങൾക്ക് യേശുവിനെ അറിയണോ? क्या आपको यीशु को जानना है? കൂടുതൽ അറിയണോ? ज्यादा जानना है? എന്ത് ചെയ്യണം? क्या करना है? യേശു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. यीशु को प्रकट करके എങ്ങനെ देगा। വെളിപ്പെടുത്തും? कैसे प्रकट करेगा? സ്നേഹിച്ചാ വെളിപ്പെടുത്തുന്നു. प्रेम करेगा तो। അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ, बाजू जो बेटे उसको हाथ യേശുവിനെ देखेंगे, കൂടുതൽ സ്നേഹിച്ചാൽ यीशु से ज्यादा प्रेम करे, ഇന്നുള്ളതിലധികം വെളിപ്പാട് നിനക്ക് കിട്ടും. ആമേൻ, आज से ആമേൻ, भी ആമേൻ. ज्यादा प्रकाशन ആമേൻ. मिलेगा। നിന്റെ റെവലേഷൻ വർദ്ധിക്കും. ഓ ഷെഖേല റംഷൽ കമന, നിന്റെ റെവലേഷൻ വർദ്ധിക്കുമെന്ന്. യങ് പീപ്പിൾ, ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ ഒത്തിരി സ്നേഹിക്കണം കേട്ടോ. अब यीशु से ज्यादा प्रेम करना, യേശുവിനോട് ചേർന്നിരിക്കണം കേട്ടോ. यीशु के साथ बैठना, വചനത്തോട് അടുത്തിരിക്കണം കേട്ടോ. वचन के साथ बैठना। അടുക്കും തോറും जितना करीब യേശു എന്താ आओगे, പറയാ? ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നവനാണ്. यीशु कहते मैं तुम्हें I प्रकट will करके दूंगा। reveal myself. मैं अपने आप को I प्रकट will करूंगा। reveal myself. मैं अपने आप को प्रकट करूंगा। ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. ഇത് പറഞ്ഞപ്പം ये जब कहा, യേശുവിന്റെ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായില്ല. यीशु के चेलों को समझ में नहीं आया കർത്താവ്, നീ എന്താ പറഞ്ഞത്? നിന്നെ ഒത്തിരി സ്നേഹിച്ചാൽ നീ നിന്നെ തന്നെ വെളിപ്പെടുത്തുമെന്നോ? कि वो कहते मैं तो यीशु कहते कि अगर तुम मुझसे ज्यादा प्रेम നീ करोगे अपने आप ഞങ്ങളുടെ को प्रकट करेगा। നീ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുവല്ലേ? तू तो हमारे सामने खड़ा है। आमीन। നീ എന്നെ വെളിപ്പെടാനാ ഉള്ളത്? अभी क्या प्रकट होना बाकी है? എന്റെ പൊന്നത് പിന്നെ പിള്ളേരെ, നിങ്ങൾക്ക് ഞാൻ ആരാന്ന് അറിയത്തില്ല. बच्चों तुम्हें नहीं जानते मैं कौन हूँ। നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് आप क्या सोचते हो? നമ്മുടെ ഗലീലയിലെ പിന്നെ എന്താ പറഞ്ഞ തച്ചന്റെ വീട്ടിൽ ജനിച്ച അല്ലേ ജോസഫിന്റെ മറിയയുടെ ഒക്കെ മോൻ യേശു എന്നൊക്കെയല്ലേ നിങ്ങൾ आप ചിന്തിച്ചിരിക്കുന്നത്? सोचते हैं कि बोलते हैं ना कि कुमार के घर से നിനക്ക് വെളിപ്പെടാത്ത ഒരു യേശുവുണ്ട്. आपको जो प्रकट नहीं हुआ वैसे നിന്റെ यीशु है। അക്ഷരിയെ കണ്ടുകൊണ്ട് നീ അറിയാത്ത ഒരു യേശുവുണ്ട്. तेरे नंगे आंख से नहीं जानने वाले यीशु है। ചരിത്രത്തിൽ നീ കണ്ട യേശുവല്ല, इतिहास में देखा हुआ यीशु नहीं, നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഹോ, നിന്റെ മുമ്പിൽ നിൽക്കുന്നത് तेरे सामने जो खड़ा है തൃത്വത്തിൽ രണ്ടാമനായ പുത്രനായ ദൈവമാ. ट्रिनिटी में जो दूसरा पुत्र है, ആ വെളിപ്പാട് എടുക്കാൻ നിങ്ങൾക്ക് ആരോഗ്യമില്ലെന്ന്. वो ഹല്ലേലൂയ. प्रकाशन तुम्हें लेने का सामर्थ्य नहीं है। 14 15 അധ്യായമൊക്കെ എഴുതി കഴിഞ്ഞ് ये 14 और 15 आयत लिखने के 15 बाद അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞു, 16 आयत में यीशु मसीह ने कहा കാര്യം പറയാൻ എനിക്കുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എടുക്കാനുള്ള ശക്തിയില്ലെന്ന് कि പറഞ്ഞു. और भी बातें कहने की मुझे है लेकिन तुम्हें उठाने का सामर्थ्य नहीं है। chapter 16 അല്ലേ? chapter 16 അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
ഉണ്ടെന്നേ യേശു പറഞ്ഞെന്നേ. എനിക്കിനി വെളിപ്പാടിനെ കുറിച്ച് രഹസ്യങ്ങളെ കുറിച്ച് 16-20 രഹസ്യങ്ങളെ കുറിച്ച് ഇനി ഒത്തിരി പറഞ്ഞു തരാനുണ്ട്. और मुझे रहस्य की और बहुत सारे बातें करना है. നിങ്ങൾക്ക് അത് എടുക്കാനുള്ള ശക്തിയില്ല. 13 में है. 12 पढ़ लीजिए. നിങ്ങൾക്ക് ആരോഗ്യമില്ല മക്കളെ. तुम्हें उसका शक्ति नहीं है. എടുത്താ പൊങ്ങാത്ത വെളിപ്പാട് എനിക്ക് ഇനിയും പറഞ്ഞു തരണം. और मुझे प्रकाशन कहना है. ഹലോ, നിങ്ങൾക്ക് ഇപ്പൊ ആരോഗ്യമില്ലെന്നാ പറഞ്ഞ കേട്ടോ. अभी आपको सामर्थ्य नहीं है. വാക്യങ്ങളിൽ പറഞ്ഞു. उसके आगे कहता है സത്യത്തിന്റെ ആത്മാവ് വരുമ്പോ, जब सच्चाई की आत्मा आएगा അന്നേരം നിനക്കൊരു ആരോഗ്യം കിട്ടും കേട്ടോ. तब तुम्हें शक्ति मिलेगा. ഇന്ന് മനസ്സിലാകാത്ത പല വെളിപ്പാടും, आज जो नहीं समझ में बहुत ഇന്ന് सारे മനസ്സിലാകാത്ത പല വചനവും, आज जो समझ में बहुत അതിന്റെ सारे ആഴവും, वचन, उसकी गहराई, സ്വർഗീയ രഹസ്യങ്ങളും, स्वर्ग के रहस्य, മിസ്റ്ററീസും उसके जो ആത്മാവിനെ പഠിപ്പിക്കുമെന്ന് आत्मा तुम्हें सिखाएगा. അശഖമന റംശൽഖമന ഇന്ന് പകൽക്കാലവും आज के दिन भी ഈ വചനം ഫിന്നി പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ जब हम प्रचार करते हैं, 6 മണിക്കൂർ പ്രിപ്പയർ ചെയ്തതല്ല. 6 घंटा प्रिपेयर किया ഈ ആരാധനയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ദൂത. कि आराधना के बीच में पवित्र आत्मा ने बात की वाणी है. എന്റെ വീട്ടിലുള്ളവർക്കറിയാം, जो घर में उन्हें जानता है വചനം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരത്തില്ല. कि घर पे लोगों को जानते हैं कि നിങ്ങൾ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ദൂത പറയുന്നത്, जब आराधना की तो पवित्र आत्मा ने जो बात क्यों बताया പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമെന്ന്. कि पवित्र आत्मा प्रकट करेगा. ഹല്ലേലൂയ, हालेलुया. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചട്ടെ. हाथ उठा के परमेश्वर को धन्यवाद दे. കർത്താവ് ഇനിയും എനിക്ക് പറയാനുണ്ട്, और मुझे कहना है, ഇനിയും സ്വർഗീയ രഹസ്യങ്ങൾ എനിക്ക് കൈമാറാനുണ്ട്. और भी स्वर्ग के रहस्य मुझे बताना है. നിങ്ങൾ എന്റെ ദാസരല്ല, तुम मेरे दास नहीं നിങ്ങൾ हो, എന്റെ സ്നേഹിതരാ. तुम मेरे दोस्त हो. യജമാനൻ ചെയ്യുന്നത്, जो स्वामी करता है, യജമാനൻ ചെയ്യുന്നത് स्वामी जो करता है ദാസനോട് പറയത്തില്ല. वो दास से नहीं कहता. യജമാനൻ ചെയ്യുന്നത് स्वामी जो कहता है സ്നേഹിതരുമായിട്ട് ഷെയർ ചെയ്യും. वो दोस्तों के साथ कहता है. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് वो अंग्रेजी में लिखा है ബിസിനസ് ഓഫ് ഹിസ് മാസ്റ്റർ എന്ന്, അല്ലേ? ഹല്ലേലൂയ. कि स्वामी के जो व्यवसाय, മാസ്റ്ററിന്റെ ബിസിനസ്, മാസ്റ്ററിന്റെ കാര്യം എന്താണെന്ന് ദാസനോട് പറയത്തില്ല, പക്ഷെ സ്നേഹിതരോട് പറയും. स्वामी की जो चीज है वो अपने दासों को नहीं बताते, मित्रों എന്റെ को बताते हैं. പിതാവ് എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, मेरे पिता ने मुझसे जो भी कहा है, that is amazing. എന്റെ പിതാവ് എന്തൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ, मेरा पिता जो भी मुझसे कहा है, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. वो सारे चीज मैं आपको बताता ഹലോ, हूँ. നിങ്ങൾ വാക്യം വായിച്ചോ? क्या आपने वो യോഹന്നാൻ आयत पढ़ा? 15:15 എഴുതിയിരിക്കുന്നതൊക്കെ. യോഹന്നാൻ 15 का 15 में क्या लिखा है? 15. ആ ആ ആ मैंने जो बातें अपना पिता से सुनी, ഞാൻ എന്റെ പിതാവിൽ നിന്ന് കേട്ടത്. ഹലോ ഹലോ, സുന आपने? കേട്ടോ നിങ്ങള്? എന്റെ അപ്പനിൽ നിന്ന് ഞാൻ കേട്ടതൊക്കെ നിങ്ങൾക്ക് കൈമാറുകയാണ്. എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങൾക്ക് കൈമാറുക. പിതാവിൽ നിന്ന് യേശു കർത്താവ് എന്തൊക്കെ കേട്ട് കാണും? पिता से यीशु मसीह ने क्या क्या सुना होगा? ഹലോ, കുറച്ചറിവാന്നോ? क्या छोटी बातें हैं? എല്ലാ സ്വർഗീയ രഹസ്യങ്ങളും, सारे स्वर्गीय रहस्य, അടുത്തിരുന്ന അപ്പനും മോനും സംസാരിച്ചതൊക്കെ कि पास में बेटा पिता और बेटा ने जो യേശു बातें किया, ശിഷ്യന്മാരോട് പറയാ, നിങ്ങൾ എന്റെ മിത്രമായതുകൊണ്ട് ഞാൻ കൈമാറുകയാണ്. यीशु चेलों से बोलते तुम मेरे मित्र बोल के तुम्हें बताता हूं വചനത്തിന്റെ വചന വെളിപ്പാടിന് അതിരില്ല കേട്ടോ. कि वचन का प्रकाशन का कोई सीमा नहीं है. വചനത്തിനകത്തുള്ള വെളിപ്പാടിന് അതിരില്ല. वचन के प्रकाशन का कोई सीमा नहीं है. ഹല്ലേലൂയ. സ്വർഗീയ രഹസ്യങ്ങളുടെ ഭണ്ഡാരമാ വചനം. स्वर्गीय रहस्य का जो भंडार है वचन. യേശു കർത്താവ് പറയാ, यीशु मसीह कहता है നിങ്ങൾ എന്റെ മിത്രമായി മാറിയാൽ तुम मेरे मित्र बन जाएंगे, ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. मैं अपने आप को प्रकट करेगा. ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ये चेलों को समझ में नहीं आया, അത്ര ബുദ്ധി അവർക്ക് പോയില്ല. उतना बुद्धि नहीं गया. എന്താ കർത്താവ് ഈ പറയുന്നത്? क्या परमेश्वर कह रहा അപ്പോൾ है? അടുത്ത വാക്യത്തിൽ, उसके आगे आए യോഹന്നാൻ 14:22 വാക്യത്തിൽ യോഹന്നാൻ 14 का 22 आयत में ശിഷ്യന്മാർ യേശുവിനോട് അങ്ങ് ചോദിച്ചു. ये चेलों ने पूछा, നമുക്ക് ഏതെങ്കിലും ഭാഗം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ अगर हमें कुछ चीज पढ़ के समझ में नहीं आया, എന്തോ ചെയ്യണം? हमें क्या करना है? ചോദിക്കണം. पूछना है. ആരോട് ചോദിക്കണം? किससे पूछना है? ആരോട് ചോദിക്കണം മക്കളെ? ഗൂഗിളിനോട് ചോദിക്കണം? അല്ല, യേശുവിനോട് ചോദിക്കണം. ഗൂഗിളിനോട് ചോദിച്ചാൽ ചിലപ്പോൾ സാത്താനായിരിക്കും ഉത്തരം പറഞ്ഞു തരുന്നത്. अगर गूगल से पूछे सातान बताएगा. ഗൂഗിൾ സാത്താനാണെന്നല്ല ഞാൻ പറഞ്ഞത്. मैं ये नहीं बोला गूगल सातान है, പക്ഷെ ഗൂഗിളിന്റെ അകത്ത് സാത്താൻ കയറി ഇരിക്കുന്ന ഉത്തരം പറഞ്ഞു തരാൻ വേണ്ടി कि गूगल के अंदर बैठेगा सातान आपको उत्तर देने के लिए. ചോദിക്കണം.
पूछना है, അറിയാത്തത് ചോദിക്കണം. जो नहीं मालूम पूछना ആരോട് है, ചോദിക്കണം? किससे पूछना है? യേശുവിനോട് നേരിട്ട് ചോദിക്കണം. यीशु से पूछना യേശു है। എനിക്ക് വചനം മനസ്സിലായില്ല, यीशु वचन मुझे समझ में नहीं മനസ്സിലാക്കി തരണം, എന്നെ आया, मुझे പഠിപ്പിക്കണം. मुझे बता के दे, मुझे ദൈവം सिखा। സംസാരിക്കും, परमेश्वर बातें करेगा, പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും. पवित्र आत्मा अगुवाई देगा। കൈ കൊടുത്തിട്ട് പറ. हाथ में जो बेटा हाथ लेके അറിയാത്ത दे, കാര്യങ്ങൾ യേശുവിനോട് ധൈര്യമായിട്ട് ചോദിച്ചു. जो नहीं पता है यीशु से धैर्य से पूछो। അവൻ आमीन। നിങ്ങളെ ഗൈഡ് ചെയ്യും, वो तुम्हें अगुवाई देगा, വഴി തെറ്റിക്കത്തില്ല കേട്ടോ. वो तुम्हें रास्ता Do not भटकाएगा search नहीं। in Google. Hallelujah. गूगल में मत पूछो, Search. Hallelujah. ढूंढो, അന്വേഷിക്കുക, ढूंढो, ആത്മാവിൽ അന്വേഷിക്കുക, आत्मा में खोजो, പരിശുദ്ധാത്മാവുമായി കണക്ട് ആയി അന്വേഷിക്കുക. कि റൈറ്റ് അല്ലേ ഞാൻ पवित्र പറഞ്ഞത്? आत्मा के साथ कनेक्ट होकर ढूंढो। നിങ്ങൾ ഞാനുമായിട്ട് അഗ്രി ചെയ്യുന്നുണ്ടോ? क्या आप मेरे साथ हो? നമുക്കൊക്കെ പറ്റുന്ന പ്രശ്നം നമ്മൾ അവിടെ ഇവിടെ സെർച്ച് ചെയ്ത് പലതും പഠിക്കും കേട്ടോ. हमारी गलती हम इधर उधर सर्च करके बहुत सारी ആത്മാവിൽ चीजें सीखते പഠിക്കുക, हैं। പരിശുദ്ധാത്മാവിൽ आत्मा में പഠിക്കുക. सीखना है। പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്ന്. पवित्र आत्मा നീ सिखाएगा ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അടുത്ത വാക്യം ദൈവം കാണിച്ചു തരണമെന്ന്. कि जो वचन सिखाते हैं कि अगला चीज है परमेश्वर प्रकट करना है, അല്ലെങ്കിൽ അടുത്ത ദിവസം പ്രയർ സെല്ലിൽ പ്രസംഗം കേൾക്കുമെന്ന്. नहीं तो अगले दिन प्रेयर सेल में प्रचार सुनेगा, ദൈവം ഉത്തരം തരുമെന്ന്. परमेश्वर उत्तर देगा। യോഹന്നാൻ 14:22. യോഹന്നാൻ 14:22। ആ ഊസ് യഹൂദാനെ देखो ഇവിടെ പ്രത്യേകം പറഞ്ഞു, ആ യൂദ ഇത് കേട്ടപ്പോൾ ചോദിച്ചു. അവിടെ ബ്രാക്കറ്റിലിട്ടു ഇസ്കോരിയത്ത യൂദ അല്ല കേട്ടോ. എന്തിനെങ്ങനെ പറഞ്ഞെന്ന് അറിയാം കേട്ടോ. അവൻ്റെ കാര്യം ഫിനിഷ് ആയത്. ഇനി അവനെക്കുറിച്ച് പറഞ്ഞിട്ട് അപ്പോൾ ആളുകൾക്ക് സംശയം തോന്നില്ല, യൂദ ഇത്രയും വചനം പഠിക്കാൻ താല്പര്യമുള്ളവനായിരുന്നു എന്ന് സംശയം തോന്നരുത്. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു യൂദയല്ല കേട്ടോ. ഏത് മറ്റേ യൂദയല്ല, പിന്നെ ഏത് യൂദ? ഇസ്കോരിയാത്താവ് അല്ലാത്ത യൂദ. यहाँ क्या है कि लोगों को शंका नहीं होना कि जो यूदा जो इस्करियोट है उसको इतना इच्छा था क्या वचन पढ़ने का, वो नहीं हो बोल के वो ब्रैकेट में लिखा, वो नहीं है। എന്താ അങ്ങനെ എഴുതിയതിന് കാരണം? क्यों ऐसे लिखा? कारण മറ്റേ യൂദ दूसरा यूदा ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കത്തില്ല. वो ऐसे सवाल नहीं पूछेगा। മറ്റേ യൂദ दूसरा यूदा എങ്ങനെ കുറെ കാശുണ്ടാക്കാന്നുള്ള ആഗ്രഹത്തിൽ कैसे थोड़ा पैसा बनाएगा ഹലോ, सोचेगा। രണ്ട് തലമുണ്ട് കേട്ടോ. दो तरीके हाथ, ഒരാൾ ചിന്തിക്കുന്നത് एक सोचता है എനിക്ക് ദൈവവചനം പഠിക്കണം, मुझे वचन सीखना എനിക്ക് है, യേശുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം मुझे यीशु ഉണ്ടാകണം. से गहराई में യേശുവിനെ जाना है। പറഞ്ഞതിന്റെ അർത്ഥം എന്താ? यीशु का अर्थ क्या है? മറ്റൊരു യൂദ, दूसरा एक यूदा, അവൻ ഇതൊന്നും ഒരു വിഷയമല്ല. उसको ये सब एक विषय नहीं है। അവൻ ചിന്തിക്കുന്നത് वो सोचता है യേശുവിനെ എങ്ങനെ വിൽക്കാവുന്ന. यीशु कैसे बेच सकता है। ഈ സംഭവം ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ये जब चर्चा चल रहा है, അന്ത്യത്താഴത്തിന്റെ സമയത്ത് ഈ ചർച്ചയല്ലേ, ये जो है कि മീറ്റിംഗിനകത്ത് ഹാലണ്ട് ഇസ്കോരിയത്ത യൂദ ഇരിപ്പുണ്ട്. അവൻ के मीटिंग में यूदा भी बैठा है। യേശു പറയുന്നു यीशु कहता है, അല്ലേ ഹല്ലേലൂയ. ഞാൻ അങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയാം കേട്ടോ, നിങ്ങൾ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ യൂദ അങ്ങനൊന്നും യൂദ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാമോ? वो क्या सोच रहे? 30 വെള്ളിക്കാശിന്റെ ഡീൽ ചെയ്തിട്ടുണ്ട്. 30 सिक्के के लिए मैंने डील किया है। എങ്ങനെ ഞാനത് ഫൈനലൈസ് ചെയ്യും, എങ്ങനെ അവനെ പിടിച്ചു കൊടുക്കും, ഇതൊക്കെ ഇസ്കോരിയത്ത യൂദ ചിന്തിക്കുന്നത്. इसके सोच रहे कि उसको मैं कैसे അതുകൊണ്ട് पकड़वा के യോഹന്നാൻ दूंगा। പ്രത്യേകം പറഞ്ഞു ആ യൂദയല്ല കേട്ടോ. इसके യോഹന്നാन बोला वो यूदा नहीं, ചിന്ത ആ മണ്ഡലത്തിലേക്ക് പോകത്തില്ല. उसका विचार उसमें नहीं जाएगा। പക്ഷേ വേറൊരു യൂദ അവിടെ ഇരിപ്പുണ്ട്. लेकिन दूसरा एक यूदा बेटा ഒരു है, സത്യസന്ധനായ യൂദ. एक सच्चा, അവൻ അറിയണം, उसे जानना യേശുവിനെ है, കുറിച്ച് അറിയണം, यीशु के बारे में അവൻ जानना है, അറിയണം വചനത്തെ കുറിച്ച്, उसको वचन के बारे അവൻ में അറിയണം जानना है, യേശു പറഞ്ഞ ഈ വെളിപ്പാടിന്റെ അർത്ഥം उसको എന്താണെന്ന്. जानना है यीशु का प्रकाशन क्या है। വായിച്ചട്ടെ, അവൻ എന്ത് ചോദിച്ചു? उसने क्या पूछा? കർത്താവ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നീ ഞങ്ങൾക്ക് വേണ്ടി തന്നെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? बोलते परमेश्वर का अर्थ क्या है कि तू हमें प्रकट करके देंगे अपने आप को। അതിന് ഒത്തിരി അർത്ഥമുണ്ട് കേട്ടോ. उसका बहुत अर्थ है। ഒന്നാമത്തെ അർത്ഥം, पहला अर्थ, എടാ യൂദേ, ये यूदा ഞാൻ ക്രൂശിക്കപ്പെടും, मैं सूलित होगा, ഞാൻ മരിക്കും, मैं मारा जाएगा, പക്ഷെ മൂന്നാം നാൾ എഴുന്നേറ്റ് ഞാൻ വെളിപ്പെടും. लेकिन तीसरा दिन में प्रकट होगा। രണ്ടാമത്തെ അർത്ഥം, दूसरा अर्थ, എടാ യൂദേ, यूदा ഞാൻ മരിച്ചുയർത്തി സ്വർഗാരോഹണം ചെയ്യും, मैं मर के जी उठ के स्वर्ग में जाएगा, ലോകം എന്നെ കാണത്തില്ല, दुनिया मुझे नहीं देखेगा, പക്ഷെ നിങ്ങൾ എല്ലാ ദിവസവും എന്നെ आमेन, കാണും. आप आराधा, हालेलुया, लेकिन हाँ। हर दिन मुझे देखोगे, എല്ലാ ദിവസവും കാണും. तुम हर दिन मुझे എന്റെ देखोगे, മടങ്ങി വരവ് വരെ मेरा लौट आने तक ഞാൻ നിങ്ങൾക്ക് വെളിപ്പെട്ടോണ്ടിരിക്കും. मैं तुम्हें प्रकट होते रहेगा। आमेन। മനസ്സിലാവുന്നുണ്ടോ? समझ में आ रहे हैं? ഹല്ലേലൂയ. മൂന്നാമത്തെ അർത്ഥം, तीसरा अर्थ, എന്റെ മടങ്ങി വരവിൽ मेरा लौट आने में ലോകം എന്നെ കാണും, दुनिया मुझे देखेगा, അന്ന് ഞാൻ വെളിപ്പെടാൻ പോകുക. आता में प्रकट होगा। ഇതിന് മൂന്നർത്ഥമുണ്ട് കേട്ടോ. 3 चीजें हैं, മൂന്നർത്ഥങ്ങൾ ഉള്ളപ്പോൾ തന്നെ 3 अर्थ है, तभी അടുത്ത വാക്യത്തിൽ 23-ാം വാക്യത്തിൽ अगले आयत में യേശു ഒരർത്ഥത്തിന് എംഫസൈസ് കൊടുത്തു. एक अर्थ को एम्फसाइज किया। എന്താണെന്നറിയാമോ? ക്യോ ക്യാ ഹൈ? വെളിപ്പെടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം जो प्रकट होगा उसका अर्थ है, ഞാനും പിതാവും വന്ന് നിന്നിൽ വസിക്കുമെന്ന. मैं और पिता के तुझ में वास करेगा। आमेन। ഹലോ, നീ എന്റെ കൂട്ടുകാരനാണെങ്കിൽ, यदि तू मेरा നീ मित्र है, എന്റെ तो മിത്രമാണെങ്കിൽ, यदि तू मेरा मित्र है, ഇപ്പം നിനക്ക് വേണ്ട അർത്ഥം എന്താണെന്നറിയാമോ? अभी तुझे क्या अर्थ चाहिए? 2000-ഓ 3000-ഓ എനിക്കറിയത്തില്ല, എന്നെങ്കിലും കർത്താവ് മടങ്ങി വരും എന്നുള്ള അർത്ഥമല്ല. ഇപ്പം നിനക്ക് വേണ്ടി ഞാൻ തരുന്ന അർത്ഥം, ഞാനും പിതാവും നിന്നെ കൈവിടാതെ നിന്നിൽ വസിച്ച് നിന്റെ
കൂടെ ഇരിക്കുമെന്ന്. उसका अर्थ ये नहीं 2000-3000 में कहना नहीं चाहिए जब यीशु आएगा उस समय का नहीं, उसका अर्थ अभी तेरे में मैं और पिता आके वास करूंगा. ഹലോ, യൂദ നീ ഒറ്റയ്ക്കല്ല, यूदा तू अकेला नहीं है, ഞാനും പിതാവും നിന്റെ കൂടെ ഇരിക്കുന്നു. मैं और पिता तेरे साथ നിന്റെ बैठेगा, അകത്ത് വസിക്കുമെന്ന്. तेरे अंदर वास करेगा. ഹലോ, യേശു അകത്ത് വസിക്കുന്നുണ്ടെങ്കിൽ, यीशु अंदर वास करते तो, പിതാവ് അകത്ത് വസിക്കുന്നുണ്ടെങ്കിൽ, पिता अंदर वास करते तो, യേശുവും പിതാവും ഉണ്ടെങ്കിൽ, यीशु और पिता है तो, പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ, पवित्र आत्मा अंदर है तो പിന്നെ ഭയമുണ്ടോ? फिर डर है क्या? ഭയമുണ്ടോ? फिर डर है क्या? ഭയത്തെ പുറത്താക്കാനുള്ള ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. डर को बाहर करने के रहस्य में आपको യേശുവിനെ बता दें. സ്നേഹിക്കുക, यीशु को प्रेम യേശുവിന്റെ कर, കൽപ്പന അനുസരിക്കുക, यीशु की आज्ञाओं को पालन യേശു कर, പറയുന്നത് പോലെ ജീവിക്കുക. यीशु जैसे कहते നിന്റെ वैसे जी, എല്ലാ ഭയവും പുറത്തു പോകും. तेरे सारे डर बाहर ഭയം जाएगा. പുറത്തു പോകുക മാത്രമല്ല, केवल वो बाहर जाएगा वही ഓ नहीं, യേശു പറയുക, ഞാനും പിതാവും നിന്നോട് കൂടെ വസിക്കുമെന്ന്. मैं और पिता तेरे साथ वास നീ करूंगा. ഒറ്റയ്ക്കല്ലെന്ന്. तू अकेला नहीं എല്ലാ है. ദൈവമക്കൾ ദേശത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. हर एक जरा खड़े हो जाइए. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ഒരു രഹസ്യം നിങ്ങളോട് പറയുക. एक रहस्य आपसे कहता ഭയത്തെ है, പുറത്താക്കാനുള്ള രഹസ്യം भाई को बाहर करने का रहस्य തികഞ്ഞ സ്നേഹം जो सिद्ध प्रेम ഭയത്തെ പുറത്താക്കുന്നു. भाई को बाहर करता है. നിങ്ങളുടെ ഭയം പുറത്തു പോകണമോ? आपका भाई बाहर जाना है, എന്ത് ചെയ്യണം? क्या करना है? സിമ്പിൾ. सिंपल, യേശുവിനെ സ്നേഹിക്കുക. यीशु से प्रेम कर. സ്നേഹിക്കുന്നുള്ളതിന്റെ തെളിവെന്താ? प्रेम का दूसरा सबूत क्या है? അവന്റെ കൽപ്പന അനുസരിക്കുക. उसके आज्ञाओं को पालन कर. എത്രയോട് പറയാം, അവൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. कितने लोग कहेंगे जो भी बोले मैं करने को तैयार हूं. അങ്ങനെ ചെയ്താൽ ऐसा करेंगे तो കർത്താവ് എന്താ പറഞ്ഞത്? परमेश्वर क्या कहता നീ है? ദാസനല്ല, मैं तुझे दास नहीं, എന്റെ സ്നേഹിതനാ. मैं तुम्हारा मित्र हूं. ഞാൻ ചിലത് വെളിപ്പെടുത്തുന്നതിനോട് मैं कुछ चीजों को प्रकट करूंगा ആരും അറിയാത്ത ദിവ്യ മർമ്മങ്ങളെ ഞാൻ നിനക്ക് जो വെളിപ്പെടുത്തും. कोई नहीं जानता वैसे स्वर्गीय बातों को मैं तुम्हें ഞാൻ प्रकट എന്നെ करूंगा. തന്നെ നിനക്ക് വെളിപ്പെടുത്തും. मैं अपने आप को तुझे प्रकट करूंगा. പൗലോസ് ഇത്രയും മർമ്മം എന്താ നിനക്ക് വെളിപ്പെടുത്തിയത്? पौलुस इतना गहराई तुझे क्यों യേശുവിനെ प्रकट ഇനിയും किया? അറിയണം എന്ന് പറഞ്ഞപ്പോൾ तो मुझे और जानना और ഇത്രയും മാർമിക രഹസ്യങ്ങൾ നിനക്ക് എങ്ങനെ വെളിപ്പെട്ടത്? इतना आत्मिक रहस्य कैसे पता चला? പൗലോസ് പറയും, पौलुस कहेगा ഓ അവന്റെ സ്നേഹത്തിൽ നിന്ന് उसके प्रेम से എന്നെ വേർപിരിക്കാൻ ഒരു ശക്തിക്ക് പറ്റത്തില്ല. आमेन, आमेन. उसके प्रेम से मुझे कोई भी शक्ति दूर नहीं ഒരു कर सकती. ശക്തിക്ക് പറ്റത്തില്ല. कोई शक्ति नहीं, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും പറ്റത്തില്ലെന്ന്. कोई प्रधान को कोई शक्ति को नहीं, ഒരു അന്ധകാര ശക്തിക്ക് कोई अंधकार की शक्ति को യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ. यीशु के प्रेम से मुझे अलग करने के लिए. രോഗത്തിന് പറ്റത്തില്ലെന്ന്, तो बीमारी से नहीं होगा, വാളിന് പറ്റത്തില്ലെന്ന്, तलवार से नहीं होगा, ക്ഷാമത്തിന് പറ്റത്തില്ലെന്ന്, अकाल से नहीं होगा, പ്രതികൂലങ്ങൾക്ക് कि പറ്റത്തില്ലെന്ന്, प्रतिकूल से नहीं होगा, പട്ടിണി വരട്ടെ പറ്റത്തില്ലെന്ന്, कि भूखापन आए उसे नहीं എന്ത് होगा, പ്രശ്നം വന്നാലും कोई भी समस्या I am in deeply love with Jesus. मैं यीशु के साथ गहरे प्रेम में യേശുവുമായിട്ടുള്ള है. സ്നേഹം കൂടുന്തോറും यीशु के जितना प्रेम बढ़ेगा, യേശു നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമെന്ന്. यीशु तेरे लिए प्रकट होके आएगा, അവൻ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു वो വരുമെന്ന്. तेरे लिए प्रकट होके आएगा. അവൻ യഹോവ ഈരയായി നിനക്ക് വേണ്ടി वो വെളിപ്പെട്ടു यहोवा വരുമെന്ന്. ईरा बन के तेरे लिए प्रकट होगा. യഹോവയുടെ പർവ്വതത്തിൽ അവൻ വെളിപ്പെടുമെന്ന്. यहोवा का पहाड़ में प्रकट होगा. ഹല്ലേലൂയ. हालेलुया. എല്ലാ ഭയങ്ങളും പുറത്തു പോകുമെന്ന്. सारे डर बाहर जाएगा. നിങ്ങൾക്ക് അതിനൊരു ചാട്ടവാറൊന്നും ഉണ്ടാക്കിക്കട്ടെ. आज एक चाबुक बना. ആ ചാട്ടവാർ എന്താണെന്നറിയാമോ? वो चाबुक क्या है? യേശുവിനോടുള്ള നിന്റെ സ്നേഹമാണ്. यीशु से जो तेरा ഹലോ. प्रेम है. ഒരു പുതിയ വെപ്പൺ പറഞ്ഞു തരാം കേട്ടോ. एक नया हथियार कहता हूं. എല്ലാ ഭയത്തെയും പുറത്താക്കാൻ പറ്റുന്ന വെപ്പണാ. सारे भय को बाहर करने का എല്ലാ डर. ഇൻസെക്യൂരിറ്റിയും പുറത്താക്കാൻ പറ്റുന്ന വെപ്പണാ. हर एक इनसिक्योरिटी को बाहर करने का. യേശുവുമായിട്ട് ഒരു ഭയങ്കര സ്നേഹം. यीशु के साथ एक गहरा प्रेम. Question is, सवाल ये है, നിങ്ങളോടുള്ള ചോദ്യം, आपसे जो सवाल है, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു? क्या आप यीशु से प्रेम करते हैं? യേശുവിനെ സ്നേഹിക്കുന്നു? അതാ യേശു क्या आप ചോദിച്ചത്. यीशु से प्रेम करते हैं? യേശു ചോദിച്ചില്ല എത്ര മണിക്കൂർ നീ വർഷിപ്പ് ചെയ്തടാ. ये नहीं पूछा तू कितना घंटा आराधना करते हैं. യേശു ചോദിച്ചില്ല ഇന്ന് എത്ര മണിക്കൂർ നീ പ്രാർത്ഥിച്ചടാ. ये नहीं पूछा कितना घंटा तूने प्रार्थना പത്രോസേ किया. ഇന്ന് എത്ര മണിക്കൂർ നീ പ്രാർത്ഥിച്ചടാ. कि पत्रोस कितना घंटा प्रार्थना किया ये नहीं पूछा. പത്രോസേ എത്ര മണിക്കൂർ നീ വർഷിപ്പ് ചെയ്തു ചോദിച്ചില്ല. कितना घंटा तू आराधना किया नहीं पूछा. യേശു ചോദിച്ചു നീ എന്നെ സ്നേഹിക്കുന്നു? क्या तू मुझसे प्रेम करते हैं? ആവർത്തിച്ച് ചോദിക്കുക. बार बार पूछा. ഒരു പ്രാവശ്യം, രണ്ട് പ്രാവശ്യം, एक बार, दो बार, മൂന്ന് അവസാനം പത്രോസിനെ എന്നെ സഹിക്കട്ടെ. तीसरा बार अब पत्रोस का बल टूटा. ഹല്ലേലൂയ. അല്ലേ? ശരിയല്ലേ പ്രിയമുള്ളവരെ? യേശു सही है कि ചോദിക്കുന്നത് नहीं? सवाल पूछता നീ है, എന്നെ സ്നേഹിക്കുന്നു? क्या तुम मुझसे प्रेम करते हैं? ഒരു വെപ്പൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. एक हथियार आपसे कहता हूँ, ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹം
परमेश्वर से जो आपका प्रेम है, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ വെളിപ്പെട്ട് കഴിയുമ്പോൾ, आपका पालने से आप प्रकट करेंगे, that is one of the most powerful weapons. वो Hallelujah. सबसे बड़ा हथियार है. നിങ്ങളുടെ എല്ലാ ഇൻസെക്യൂരിറ്റിയും പുറത്തു കളയുന്ന വെപ്പൺ. आपके सारे भाई को बाहर करते हैं. കാരണം അങ്ങനെ സ്നേഹിച്ച് യേശുവിന് വേണ്ടി നിന്നാൽ, ऐसा प्रेम करके यीशु के लिए रुकेगा, യേശു മാറി നിൽക്കത്തില്ല. यीशु हट के नहीं रुकेगा. യേശു നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. यीशु आपके लिए प्रकट होके യേശു आएगा. നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. यीशु आपके लिए प्रकट होके നിങ്ങളുടെ आएगा. സാഹചര്യം എന്തുമാകട്ടെ, आपका अवस्था कुछ भी होने നിങ്ങളുടെ दे, സിറ്റുവേഷൻ എന്തുമാകട്ടെ, आपका अवस्था कुछ भी होने അതിന്റെ दे, നടുവിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. वो उसके बीच में वो आपके लिए प्रकट होगा. നിങ്ങൾക്ക് പിന്നെ ഭയത്തിന്റെ ആവശ്യമില്ലെന്ന്. आपको फिर भाई का डर नहीं, ഭാവിയെ കുറിച്ച് ഭയത്തിന്റെ ആവശ്യമില്ല സഹോദര. कि भविष्य के बारे में आपको डर नहीं. യേശുവിനെ സ്നേഹിച്ച് അവനെ അനുസരിച്ച് നിന്നാൽ, यीशु से प्रेम करके उसे साथ നിന്റെ रखेंगे, ഭാവിയുടെ വിഷയങ്ങളിൽ അവൻ വെളിപ്പെട്ട് वो വരും. तेरे भविष्य के विषय प्रकट होगा. ഒന്നിനെയും പേടിക്കണ്ടെന്ന്, किसी चीज को डरो मत, അവൻ വെളിപ്പെട്ട് വരുമെന്ന്, वो प्रकट होके അവൻ आएगा, കൂടെ ഇരിക്കുമെന്ന്. वो साथ रहेगा. ഓ ശക്തമായി പാടി ആരാധിക്കാൻ പോകുക. सामर्थ से കുഞ്ഞുങ്ങൾ गीत കുഞ്ഞുങ്ങൾ गाएंगे. ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാൻ പോകുക. ഹർഷൽ ഖമാന രഗദൽ. ഒരു ചാട്ടവാർ ഉണ്ടാക്കിക്കോ. एक चाबुक बना. ഞാൻ പറഞ്ഞത് എന്താ ചാട്ടവാറെന്നല്ലേ? मैंने क्यों कहा? യേശുവിനെ കൂടുതൽ സ്നേഹിക്കുക, यीशु से ज्यादा प्रेम करो, അവനെ അനുസരിക്കുക. उसका पालन करो. അത് ചെയ്താൽ ऐसा करेंगे, എല്ലാ ഭയത്തെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെപ്പൺ നിങ്ങളുടെ सारे കയ്യിൽ भाई കിട്ടും. को बाहर निकालने के हाथ ഹല്ലേലൂയ. ചേർന്ന് പാടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. साथ में गाएंगे. ഓ ശൽഖമാന. कैसा प्यार है तेरा, कैसा है किया, तेरा प्राण दे दिया, ताकि जीऊं मैं सदा. कैसा प्यार है तेरा, कि ऐसा तूने है किया, तेरा प्राण दे दिया, ताकि जीऊं मैं सदा.
थोड़ा क्या धन्यवाद दे दीजिए। प्रभु ने अपना बीच में कार्य किया, इसके लिए धन्यवाद दे दीजिए। हालेलुया, हालेलुया।